നമസ്കാരം. രണ്ടാഴ്ചയ്ക്കിടെ 4 തവണയാണ് ഇന്ധനവില വർദ്ധിച്ചത്. പെട്രോളിന് 115 രൂപയാണ് ഇപ്പോൾ വില. ആർക്കും ഒരു പ്രതിഷേധവുമില്ല. വിലക്കയറ്റത്തിന് കാരണമാകും വിധം ഇന്ധനവില കൂട്ടുന്ന മോദി സർക്കാരിനെതിരെ രാഹുൽ ഗാന്ധി എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. കേവല അവലംബനം കൊണ്ടും പ്രസ്താവന കൊണ്ടും തിരുത്താവുന്നതാണോ മോദിയുടെ നിലപാടുകൾ? ഓൺലൈനിൽ കോക്രോച്ചുകളെങ്കിലുമുണ്ട്, തെരുവിൽ ഈയാമ്പാറ്റകൾ പോലും ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. നമ്മുടെ അതിഥികളായി CPM വക്താവ് PK ഗോപൻ, കോൺഗ്രസ് വക്താവ് വസന്ത് സിറിയക്, നിരീക്ഷകൻ ഷാബു പ്രസാദ്, CJPയുടെ പ്രതിനിധി അഥവാ കോൺഗ്രസ് ജനതാ പാർട്ടിയുടെ പ്രതിനിധി വിഷ്ണു എന്നിവരാണ് നമ്മോടൊപ്പം ചേരുന്നത്. ആദ്യം ഷാബു പ്രസാദിലേക്ക്. ഷാബു പ്രസാദ്, അന്താരാഷ്ട്ര പ്രതിസന്ധികളാണ് ഇപ്പോഴത്തെ ഇന്ധനവില വർധനയ്ക്ക് കാരണമെന്ന് നേരത്തെ തന്നെ പ്രധാനമന്ത്രി അതേക്കുറിച്ച് മുന്നറിയിപ്പ് കൊടുത്തതുമാണ്. പക്ഷേ ജനങ്ങളെ അത് ബാധിക്കാത്ത വിധം, വിലക്കയറ്റം ഉണ്ടാകാത്ത വിധം അത് തടയാനുള്ളൊരു ബാധ്യത കൂടി കേന്ദ്ര സർക്കാരിനുണ്ടായിരുന്നു. നികുതികൾ കുറച്ചുകൊണ്ട് ആ ഭാരം ജനങ്ങളിൽ നിന്ന് ലഘൂകരിക്കാമായിരുന്നു. പക്ഷേ ഒരു ദയവും കേന്ദ്രത്തിൽ നിന്നുണ്ടാവുന്നില്ല. എന്തുകൊണ്ടാകും? നോക്കൂ ജിംസ്, നമ്മളിപ്പം ഈ അന്താരാഷ്ട്ര പ്രതിസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെട്രോളിയത്തിൻ്റെ വില എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധിയിലും നമുക്ക് കൺട്രോളൊന്നുമില്ല, നമുക്കൊന്നും ചെയ്യാനില്ല. ലോകം മുഴുവനും വില വർദ്ധിച്ചിട്ടുണ്ട്. ലോകം മുഴുവൻ എന്തിന് പെട്രോൾ കുഴിച്ചെടുക്കുന്ന UAE പോലും ഏതാണ്ട് 22% വില കൂടിയിട്ടുണ്ട്. ലോകത്തിൽ വേൾഡ് ആവറേജ് ഇപ്പോൾ ഈ മിഡിൽ ഈസ്റ്റ് പ്രതിസന്ധി വന്നതിന് ശേഷം വേൾഡ് ആവറേജ് കൂടിയിരിക്കുന്നത് 23%. ഇന്ത്യയിൽ കൂടിയിരിക്കുന്നത് 5%. ലോകത്തിൽ തന്നെ ഇപ്പോഴും ഏറ്റവും വിലവർധന ഏറ്റവും കുറവുള്ളത് ഇന്ത്യയിലാണ്. അതാണ് പറഞ്ഞത്. ഒരു ഡോളറിൻ്റെ വ്യത്യാസമോ വില വ്യത്യാസമോ അന്താരാഷ്ട്ര വിലയോ ഒന്നും ബാധിക്കാത്ത ഈ പ്രധാനപ്പെട്ട പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസായ ഈ സൗദി അറേബ്യയിലും ഒമാനിലും ഖത്തറിലും UAE വരെ ആവറേജ് 20% വില കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇത്ര വലിയ ഒരു ആഗോള പ്രതിസന്ധിയുടെ നടുവിലും ഇന്ധന പ്രതിസന്ധിയുടെ നടുവിലും ഇവിടെ കൂടിയിരിക്കുന്നത് 5%. അപ്പം അത് ഒരു നല്ല ഒരു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് കൊണ്ട് തന്നെയാണ്. അതുമല്ല, ഇത് എക്സൈസ് ഡ്യൂട്ടി ഇതിനിടയ്ക്ക് കുറച്ചിരുന്നു, ഒരുപാട് കുറച്ചിരുന്നു എക്സൈസ് ഡ്യൂട്ടി. അതായത് ഈ വില വർധന വലിയ തോതിൽ നിയന്ത്രണാതീതമായി പോകാതിരിക്കാൻ വേണ്ടി. പക്ഷേ എന്ത് ചെയ്യാനാണ്, നമ്മുടെ കൺട്രോളിലല്ല ഇത്. നമ്മുടെ ഈ അന്താരാഷ്ട്ര പ്രതിസന്ധികൾ നമ്മുടെ കൺട്രോളിലില്ല. ഇന്ത്യക്ക് അതിൻ്റെ അകത്തൊന്നും ചെയ്യാനും കഴിയില്ല. അപ്പോൾ ഈ സിറ്റുവേഷൻ മാനേജ് ചെയ്യാനായിട്ട് ഇതേ ഉള്ളൂ. ഇതിൻ്റെ അകത്തൊക്കെ ഞാനും നിങ്ങളും അടക്കമുള്ളവർക്കും കൂടെ അതിൻ്റെ അകത്ത് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതിനനുസരിച്ച് നമ്മൾ ഇന്ധനത്തിൻ്റെ കൺസംഷൻ അതിനനുസരിച്ച് കൺട്രോൾ ചെയ്യുക എന്ന ഉത്തരവാദിത്വം നമുക്കുമുണ്ട്. ഒരു ഗവൺമെൻറ്റിൻ്റെ മാത്രമല്ല അത്. അപ്പം ഇതാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. പിന്നെ തീർച്ചയായിട്ടും പ്രതിപക്ഷത്തിന് അതിൻ്റെ ഒരു ജനാധിപത്യ രാജ്യമാണ്. പ്രതിപക്ഷത്തിന് അതിൻ്റേതായ അവകാശങ്ങളുണ്ട്. പെട്രോളിയം വില വർധന ജനങ്ങളെ ബാധിക്കുന്ന വിഷയമല്ലേ? തീർച്ചയായിട്ടും ബാധിക്കുന്ന വിഷയമാണ്. ഞാനും പെട്രോൾ അടിക്കുന്ന ആളാണ്, എല്ലാവരും പെട്രോൾ അടിക്കുന്ന ആളാണ്. അതിനെ രാഷ്ട്രീയമായി മുതലെടുക്കാനും രാഷ്ട്രീയമായി തന്നെ വിമർശിക്കാനും എതിർക്കാനും അതിനൊക്കെയുള്ള അവകാശം തീർച്ചയായിട്ടും പ്രതിപക്ഷത്തിനുണ്ട്. അത് തീർച്ചയായിട്ടും ഇനിയിപ്പോൾ ഈ സ്ഥാനത്ത് BJP ആയിരുന്നെങ്കിലും അതൊക്കെ തന്നെ ചെയ്യുമായിരുന്നു. ഇതൊക്കെയാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. നമ്മൾ അതിൻ്റെ യാഥാർത്ഥ്യവും രാഷ്ട്രീയവും കാണണം. യാഥാർത്ഥ്യം ഇതാണ്. തീർച്ചയായും പ്രതിപക്ഷം. അല്ല ഷാബു പ്രസാദ്, ഈ ഉയരുന്നൊരു ചോദ്യം ഇന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമനോട് മാധ്യമങ്ങൾ ചോദിച്ചു. നികുതി വർദ്ധിപ്പിച്ച് ക്രൂഡ് ഓയിൽ വില കുറഞ്ഞപ്പോൾ നികുതി വർദ്ധിപ്പിച്ച് വില കോൺസ്റ്റൻ്റായി നിർത്തിയതുപോലെ ക്രൂഡ് ഓയിൽ വില കൂടുമ്പോൾ നികുതി കുറച്ചുകൊണ്ട് അത് കോൺസ്റ്റൻ്റ് ആയിക്കൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ നിർമ്മലാ സീതാരാമൻ പറയുന്നത് 1 ലക്ഷം കോടിയിലധികം രൂപ നികുതി നഷ്ടമുണ്ടാകുമെന്നാണ്. അപ്പോൾ അത് ജനങ്ങളുടെ പക്കലിരുന്നോട്ടെ എന്നാണോ കേന്ദ്രത്തിൻ്റെ നിലപാട്? അല്ല, ഇപ്പോൾ ഒരു കാര്യമുണ്ട്. ഇത് എക്സൈസ് ഡ്യൂട്ടി കുറച്ചിരുന്നു തീർച്ചയായിട്ടും. പിന്നെ ഈ നികുതി ജനങ്ങൾ കൊടുക്കുന്ന നികുതി എന്ന് പറയുന്ന സാധനം ജനങ്ങളിലേക്ക് തന്നെ എത്തുന്നതല്ലേ അജിംസെ? തീർച്ചയായിട്ടും അന്ന് പെട്രോളിയം വില കുറഞ്ഞിരുന്നപ്പോൾ എക്സൈസ് ഡ്യൂട്ടി നികുതി കൂട്ടിക്കൊണ്ട് ആ വില സ്റ്റേബിളാക്കി നിർത്തിയിരുന്നു. ഇപ്പം അങ്ങനെയൊക്കെ കിട്ടുന്ന പണമാണ് ഇവിടെ ഇപ്പം സ്ട്രാറ്റജിക് പെട്രോളിയം സ്റ്റോക്ക് റിസർവ് 3 മാസത്തേക്കുള്ള സ്റ്റോക്ക് റിസർവ് നമ്മൾ ഇവിടെ വലിയ ഹ്യൂജ് ഇവിടെ സംഭരണശാലകൾ ഉണ്ടാക്കിയിട്ടുണ്ട്.
വളരെ വലിയ ഇൻഫ്രാസ്ട്രക്ചറുകൾ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ കൊണ്ടുകൂടിയാണ് ആ കാര്യങ്ങൾ ചെയ്തുകൊണ്ടുകൂടിയാണ് ഈ വില വർധന വേൾഡ് ആവറേജ് 22% നിൽക്കുമ്പോൾ ഇന്ത്യയിൽ അത് 5% മാത്രമാക്കി നിർത്താൻ കഴിയുന്നത് അതുകൊണ്ടാണ്. അങ്ങനെയുള്ള മാനേജ്മെൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെയാണത്. ഇത് ജനങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ ഇതിനിടയ്ക്ക് പലരും, നിങ്ങളിൽ പലരും പത്രക്കാർ ഈ പമ്പിൽ പെട്രോൾ അടിക്കാൻ ചെല്ലുന്നവരെടുത്ത് മൈക്കും കൊണ്ട് ചെന്നിട്ട് ഇതെന്താണ് ചോദിക്കുന്ന സമയത്ത് നല്ലൊരു ശതമാനം ആൾക്കാർ മറുപടി പറയുന്നത് എന്താ, ഇത് നമ്മുടെ കൺട്രോളിലുള്ളതല്ല, ഇത് നമ്മൾ ശ്രദ്ധിക്കാനുള്ളതേ ഉള്ളൂ. എന്തുകൊണ്ടാണ് തെരുവിലാരെയും കാണാത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും നല്ല നമ്മൾ നോക്കുന്ന സമയത്ത് നോക്കുമ്പോൾ ഒരാഴ്ച, താങ്കൾ പറഞ്ഞ പോലെ ഒരാഴ്ച കൊണ്ട് 5-6 രൂപയാണ് കൂടി 2 ആഴ്ച കൊണ്ട് കൂടിയിരിക്കുന്നത്. ഇങ്ങനെ ഉണ്ടായിട്ട് പോലും തെരുവിലാരെയും കാണാത്തതും എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ അതിനെ അതിൻ്റെതായ രീതിയിൽ ചെയ്തിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ശരി ശരി ശ്രീ പി കെ ഗോപൻ, അതാണോ കാര്യം? അതായത് ഇത് കേന്ദ്ര സർക്കാരിൻ്റെ നയത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന ഒന്നല്ല, ഒരു അന്താരാഷ്ട്ര പ്രശ്നമാണ്. അതുകൊണ്ട് ഇതിൽ പ്രതിഷേധിക്കേണ്ട ആവശ്യമില്ല. ഈ വില കൂട്ടിയ നടപടിയെ ഒരു പ്രതിപക്ഷ പാർട്ടി സംസ്ഥാനത്തും കേന്ദ്രത്തിലും ഒരു പ്രതിപക്ഷം എന്ന നിലയിൽ CPM പ്രതിഷേധത്തിനില്ലേ? ശ്രീ പി കെ ഗോപൻ കേൾക്കുന്നുണ്ടോ? കേട്ടില്ല, ഇനി ചോദിക്കും. ഇപ്പൊ കേട്ടു, ചോദ്യം മാത്രം കേട്ടു. അത് ഷാബു പ്രസാദ് പറയുന്നത് ഇതൊരു അന്താരാഷ്ട്ര പ്രതിസന്ധിയാണ്, കേന്ദ്രത്തിന്റെ ഏതെങ്കിലും നയവൈകല്യം കൊണ്ടുണ്ടായ വിലവർധനമല്ല, അതുകൊണ്ടാണ് തെരുവിൽ ആരും പ്രതിഷേധിക്കാത്തത് എന്നാണ്. അതുകൊണ്ടാണോ CPM പ്രതിഷേധിക്കാത്തത്? ഈ നല്ല മൂർച്ചയുള്ള ബ്ലേഡും മനോഹരമായ കത്തിയൊക്കെ ക്ഷൗരത്തിന് ഉപയോഗിക്കാത്ത കാലത്ത് വാഴച്ചോട്ടിൽ വെച്ചായിരുന്നു ഇത് നിർവഹിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ വേദന കൊണ്ട് പൊളയുമ്പോൾ ഈ വാഴച്ചോട്ടി ഇരിക്കുന്ന ആൾ വാഴയെ കയറി പിടിക്കും. അപ്പോൾ ഇത് ചെയ്യുന്ന ആൾ പറയും, സുവിച്ചങ്ങ് ഇരിക്കുക അല്ലയോ എന്ന് ചോദിക്കാറുണ്ട്. ഇത് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് വളരെ പ്രായമായ ഒരു മനുഷ്യനിൽ നിന്ന് കേട്ട പകുതി കാര്യവും പകുതി തമാശയായിട്ടുള്ളൊരു കാര്യമാണ്. ഇന്ന് ഞാൻ പെട്രോൾ പമ്പിൽ നിന്ന് കേട്ട ഒരു വാക്ക് പറയാം. ഒരു പാവപ്പെട്ടവൻ പെട്രോൾ അടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കമൻറ്റാണ്, ഞാനും പമ്പിൽ കയറിയ ആളാണ്. അപ്പം അദ്ദേഹം പറയും, ഇങ്ങേര് ഇതുവരെ കക്കൂസ് നിർമ്മിച്ച് തീർന്നില്ലയോ എന്നാ ചോദിച്ചത്. ശ്രീ ഷാബു പ്രസാദ് പറഞ്ഞെന്താ, ജനങ്ങൾ അങ്ങ് സുഖിച്ചിരിക്കുകയാണ്, അതുകൊണ്ടാണ് റോഡിലിറങ്ങാത്തത്. എത്ര നിസ്സാരമായിട്ടാണ് അദ്ദേഹം ഈ പെട്രോൾ ഹൈക്കിനെ കുറിച്ച് പ്രതികരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തെ വ്യക്തിപരമായി ഇൻസൾട്ട് ചെയ്യാൻ. ആ ആശയങ്ങളുടെ തടവറയിൽപ്പെടുന്ന ആളുകളെല്ലാം ധരിച്ചിരിക്കുന്നത്, അവർ ഇത്തരം ആശയങ്ങൾ വിളമ്പുന്നവർ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഇത് ജനങ്ങൾ നിസ്സാരമായിട്ട് കാണുന്നു എന്നുള്ളതാണ്. ശ്രീ അജിംസ് ചോദിച്ച ചോദ്യത്തെ ഞാൻ ബഹുമാനിക്കുന്നു. അങ്ങ് ചോദിച്ചു വേണ്ടത്ര പ്രതിഷേധം കാണുന്നില്ല എന്നുള്ള സത്യമാണത്. ഇന്ത്യ രാജ്യത്ത് വേണ്ടത്ര പ്രതിഷേധം കാണുന്നില്ല. കാരണം BJP ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാളവണ്ടി വലിച്ചുകൊണ്ടുപോയി നമ്മുടെ BJPയുടെ വനിതാ നേതാക്കൾ ഉൾപ്പെടെ ഗ്യാസ് കുറ്റിയുമായിട്ട് തെരുവിലിറങ്ങി വളരെ വളരെ നല്ലതും ചീത്തയുമായിട്ടുള്ള ഒരുപാട് പ്രതികരണങ്ങൾ അവരെ അക്കാലത്ത് നടത്തുകയും ചെയ്തു. അതിന്റെ തുടർച്ചയിലാണ് അവർ പറഞ്ഞത് 50 രൂപയ്ക്ക് പെട്രോൾ ഇന്ത്യയിൽ നൽകും, ഇത് നരേന്ദ്രമോദിയുടെ വാക്കാണ് എന്ന് പറഞ്ഞിട്ടാണ് അവർ അധികാരത്തിൽ വന്നത്. ഇപ്പോൾ ഉണ്ടായ പ്രത്യേക സാഹചര്യം എന്താ? യുദ്ധമാണ്. ഈ യുദ്ധത്തിൽ ഇസ്രായേലിനെയും അമേരിക്കയും ലോകത്ത് ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കുന്ന ഭരണാധികാരി ഏതാ? മറ്റു പല ഭരണാധികാരികൾ ഇപ്പൊ അവരുടെ G8 കൺട്രീസ് എന്നൊക്കെ പറയുന്ന അതിന്റെ ഭാഗമല്ലല്ലോ ഇന്ത്യ. ഇപ്പോ ബ്രിട്ടൻ, ഫ്രാൻസ്, ഇറ്റലി, കാനഡ തുടങ്ങിയിട്ടുള്ള G8 കൺട്രീസിൽ വരുന്ന രാജ്യമല്ലല്ലോ ഇന്ത്യ. അപ്പോൾ അത്തരം ചില രാജ്യങ്ങൾ ട്രംപിനെ പിന്തുണയ്ക്കുന്നുണ്ട്. അവർ അത് ഇത്രയും ശക്തമായി പിന്തുണയ്ക്കുന്നില്ല. പക്ഷെ ഏറ്റവും ശക്തമായി പിന്തുണയ്ക്കുന്ന ഒരു ലോക ഭരണാധികാരി ശ്രീ നരേന്ദ്രമോദിയാണ്. അപ്പോൾ ആ ട്രംപ് കാണിച്ചു കൂട്ടുന്ന ശുദ്ധമായ അനാവശ്യമാണ് യുദ്ധം. ഇറാന് ആണവായുധം പാടില്ല, അമേരിക്കയ്ക്ക് മാത്രമേ പാടുള്ളൂ. ഇതാണല്ലോ യുദ്ധത്തിന്റെ അടിസ്ഥാന പ്രശ്നം. ഇറാൻ ആണവായുധം കൈവശം വെക്കാൻ പാടില്ല എന്നുള്ളതാണ് അവരുടെ മേലുള്ള ഈ യുദ്ധത്തിന്റെ കാരണമായിട്ട് USA പറയുന്നത്. ഈ USA ആണ് ലോകത്ത് ഏറ്റവും വലിയ ആറ്റമിക് എനർജി പ്രയോഗിച്ച് 2.5 ലക്ഷം മനുഷ്യരെ കൊന്നത്. നമ്മളൊക്കെ ചെറുപ്പം മുതൽ തന്നെ പഠിച്ചു വരുന്ന 1949 ഓഗസ്റ്റ് 6-നും 9-നുമായിട്ട് ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബ് വർഷിച്ച് ജപ്പാൻ തോറ്റതായിട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം, അതായത് USA എതിരായിട്ട് നിന്ന പ്രധാനപ്പെട്ട ഫോഴ്സായ
ജപ്പാൻ തങ്ങൾ തോറ്റതായിട്ട് അവർ വെളുത്ത കൊടി കാണിച്ചു. അതിനുശേഷമാണ് ഈ ആയുധം പ്രയോഗിച്ചാൽ മനുഷ്യരെ എങ്ങനെ കൊല്ലാൻ കഴിയും എന്ന് പരിശോധിക്കാൻ പറയട്ടെ. അതിനൊരു പോയിന്റ് ഉണ്ട് ശ്രീ ഷാഹു പ്രസാദ്, പൂർത്തിയാകട്ടെ. അല്ല, അത് അങ്ങ് പറയണ്ടല്ലോ, അത് അവതാരകൻ പറയട്ടെ സാർ. ഷാബു പ്രസാദ് സാറിന്റെ ചർച്ചയിൽ ഞാൻ ഇടപെട്ടില്ലല്ലോ. അല്ല ഷാഹു പ്രസാദ്, അതേ ആ പോയിന്റിലേക്ക് വരികയാണ്. പ്ലീസ്. ശരിയല്ല സാർ. ഞാൻ എങ്ങനെ എന്റെ മെത്തഡോളജി, എന്റെ അവതരണ രീതി ശാസ്ത്രം എനിക്ക് വിട്ടുക സാർ. അതിൽ നിങ്ങൾ ഫാസിസം പ്രയോഗിക്കാതെ സാർ. അത് എന്റെ ജനാധിപത്യ അവകാശമാണ്. അപ്പൊ അതുകൊണ്ട് ഈ അമേരിക്ക ആറ്റം ബോംബ് വർഷിച്ച് മനുഷ്യരെ കൊന്നൊടുക്കിയിട്ടാണ് അവര് പുതിയ കാലത്ത് പറയുന്നത് എന്ത്, നിങ്ങൾ ആണവായുധം പ്രയോഗിക്കാൻ പാടില്ല, അത് ലോക ജനതയെ രക്ഷിക്കാനുള്ള ഞങ്ങളുടെ യുദ്ധമാണ് എന്ന് പറയുന്ന ആ പ്രിൻസിപ്പിളിനെ നിങ്ങൾ എന്തിനാ പിന്തുണയ്ക്കുന്നേ? നരേന്ദ്രമോദി സാർ എന്തിനാ പിന്തുണയ്ക്കുന്നേ? അപ്പൊ അതിന്റെ ഭാഗമായിട്ട് യുദ്ധത്തിന്റെ ഭാഗമായിട്ടാണ് പെട്രോൾ വില വർധന അതിലോ അങ്ങ് പറഞ്ഞ ഒരു പോയിന്റ്, അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇനി രണ്ടാമത്തെ കാര്യം, പെട്രോൾ വില വർധന ഉണ്ടാകുന്നതിന് മുമ്പ് $70 ഒരു ബാരൽ ക്രൂഡ് ഓയിൽ നിലനിൽക്കുമ്പോൾ ലോകത്താകെ സാർ പെട്രോളിന് വില കുറഞ്ഞ്, എല്ലാ രാജ്യക്കാരും പെട്രോളിന് വില കുറയ്ക്കാത്ത 10 പൈസ കുറയ്ക്കാത്ത ഒരു രാജ്യത്തിന്റെ പേരാ സാർ ഇന്ത്യ. എന്നിട്ട് പറഞ്ഞെന്താണെന്നറിയോ? കൂടുമ്പോ കൂടിക്കൊണ്ടിരിക്കും, കുറയുമ്പോ കുറഞ്ഞുകൊണ്ടിരിക്കും എന്നൊക്കെ പറഞ്ഞ് കേരളത്തിൽ ഒരു തിയറി അവതരിപ്പിച്ച് ഓർമ്മയുണ്ടല്ലോ അങ്ങേക്ക്. അതായത് ഈ പെട്രോളിന്റെ വില വർദ്ധിക്കുമ്പോ ഞങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ള ഈ ടാക്സ് കുറച്ചിട്ട് നിങ്ങൾക്ക് ആശ്വാസം തരും. ഇതാ ഇന്ത്യക്കാർക്ക് കൊടുത്ത വാഗ്ദാനം. അപ്പൊ 70 രൂപ ക്രൂഡ് ഓയിലിന് വിലയുള്ളപ്പോ നിങ്ങൾക്ക് 50 രൂപയ്ക്കോ 60 രൂപയ്ക്കോ പെട്രോൾ ഇന്ത്യയിൽ വിൽക്കാം. അന്നും നിങ്ങളുടെ പെട്രോൾ, നിങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ 70 രൂപയായിരുന്നു പെട്രോളിന്. ഇപ്പൊ പെട്രോൾ 115 രൂപയായി. സാർ, 50 രൂപയ്ക്ക് പെട്രോൾ കൊടുക്കുമെന്ന് പറഞ്ഞ് നിങ്ങളുടെ കാലത്ത് 50 രൂപ പെട്രോളിന് കൂടി 120 അടുക്കുന്നു. അപ്പൊ നിങ്ങൾ ഈ ഏർപ്പെടുത്തിയിട്ടുള്ള എക്സൈസ് ഡ്യൂട്ടിയിൽ വലിയ കുറവ് വരുത്തണം. 2.5 ലക്ഷം കോടിയാണ് സാർ നിങ്ങൾ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇന്ത്യയിലെ പാവപ്പെട്ട പെട്രോൾ അടിക്കുന്ന മനുഷ്യന്റെ മടിക്കുത്തി പിടിച്ച് വാങ്ങിച്ചത്. 2.5 ലക്ഷം കോടി. ആ 2.5 ലക്ഷം കോടി വർദ്ധിപ്പിച്ചപ്പോ നിങ്ങൾ പറഞ്ഞത് എണ്ണയുടെ വില വർദ്ധിക്കുമ്പോൾ ഞങ്ങൾ ഇത് കുറച്ചു കൊടുക്കാം. അപ്പൊ നിങ്ങൾ ഈ 1 ലക്ഷം കോടി കുറയ്ക്കണ്ടേ? അതിന് നിങ്ങൾ എന്താ പറയുന്നേ? പലയിടത്തും 22%, ഇവിടെ 5% ഉള്ളു എന്ന് പറയും. നിങ്ങൾ അനുഭവിച്ചോളാനാ പറയുന്നേ. എന്നിട്ട് പെട്രോൾ പമ്പിൽ പോകാൻ പറ്റുമോ? അവിടെ വലിയ ബോർഡ് വെച്ചിരിക്കുക, നിങ്ങൾ സബ്സിഡി വെട്ടിക്കുറച്ച് ഇന്ത്യയിലെ മനുഷ്യർക്ക് കക്കൂസ് ഉണ്ടാക്കി കൊടുക്കാൻ സഹായിച്ചതിന് നിങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. കളിയാക്കിയും കൂടെ ചെയ്യുക. ഇപ്പൊ രാസവളത്തിന്റെ വില എത്രയായി സാർ? രാസവളത്തിന് 2100 രൂപ, 665 രൂപ കൂടി. പിന്നെ പൊട്ടാഷിന് എത്ര വില കൂടിയ? 250 രൂപ കൂടി, 1800 ആയി. നിങ്ങൾ കൃഷിക്കാരോട് പറയുക നിങ്ങൾ കൃഷി ചെയ്യട്ടാന്ന്. അങ്ങ് പറഞ്ഞതാ, അങ്ങയുടെ നേതാക്കന്മാർ പറഞ്ഞതാ, ഭരണാധികാരികൾ പറഞ്ഞതാ, നിങ്ങൾ കൃഷി, ഈ വളപ്രയോഗം കുറയ്ക്കാൻ, നിങ്ങൾ പെട്രോൾ ഉപയോഗം കുറയ്ക്കാൻ, നിങ്ങൾ സ്വർണം വാങ്ങിച്ച് കഴുത്തിലിടണ്ട, നിങ്ങൾ അരി വാങ്ങിച്ച് കഴിക്കണ്ട, നിങ്ങൾ റോഡിലിറങ്ങി യാത്ര ചെയ്യണ്ട, നിങ്ങൾ BJPയുടെ അഖണ്ഡ ഭാരതം രക്ഷിക്കാൻ വേണ്ടി, ദേശീയത സംരക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ വീട്ടിൽ പോയിരുന്ന് ചുരുങ്ങി ജീവിച്ചോളാൻ പറയുന്ന ഉപദേശം കൂടി കൊടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് ഈ പറഞ്ഞ വാദങ്ങളൊന്നും നിലനിൽക്കുന്നതല്ല. അങ്ങ് പറഞ്ഞ വാദങ്ങളൊന്നും തന്നെ നിലനിൽക്കുന്നതല്ല. ഏർപ്പെടുത്തിയിട്ടുള്ള നികുതി കുറച്ച് ജനങ്ങളെ സംരക്ഷിക്കുക എന്നുള്ള ഉത്തരവാദിത്വം ഇപ്പൊ അങ്ങ് ഏറ്റെടുക്കണം. ഞാൻ പറഞ്ഞു വന്നത്, യുദ്ധത്തിൽ നിങ്ങൾ അവർക്ക് പിന്തുണ കൊടുക്കുന്നു. യുദ്ധം കാരണം പെട്രോളിന്റെ വില കൂടി. യുദ്ധത്തിൽ നിങ്ങൾ അവർക്ക് പിന്തുണ കൊടുക്കുന്നു. പെട്രോളിന്റെ, ക്രൂഡ് ഓയിലിന്റെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നിങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ടാക്സ് ഏർപ്പെടുത്തി ലോകത്തെ ജനങ്ങൾക്ക് കിട്ടിയ ആനുകൂല്യം ഇന്ത്യക്കാർക്ക് കൊടുത്തില്ല. അപ്പൊ നിങ്ങൾ പറഞ്ഞ വാഗ്ദാനം നിങ്ങൾ ഇപ്പോ നടപ്പിലാക്കുന്നില്ല. നിങ്ങൾ ആ വാഗ്ദാനത്തിൽ തെന്നിമാറി. ഇതല്ലേ യാഥാർത്ഥ്യം? ഈ യാഥാർത്ഥ്യത്തെ കാണാതെ മുന്നോട്ട് പോയിട്ട് കാര്യമുണ്ടോ? എന്തുകൊണ്ട് പ്രതിഷേധമില്ലാന്നാണ് എന്റെ ചോദ്യം. PK ഗോപൻ, ഇപ്പോൾ നിങ്ങൾ പ്രതിപക്ഷത്താണ്. ആ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പോലും നിങ്ങൾ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്യുന്നില്ല. ഇപ്പോ അല്ല, അങ്ങ് പറഞ്ഞതുപോലെ റോഡിൽ വലിയ പ്രതിഷേധം വന്നില്ലതിനെ ഞാൻ അംഗീകരിക്കുന്നു. ഇതിന്റെ അപകടങ്ങൾ ചൂണ്ടിക്കാണിച്ചുള്ള സ്റ്റേറ്റ്മെന്റുകളും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട്. പക്ഷേ വലിയ തോതിലുള്ള പ്രതിഷേധം വന്നിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളണം. അത് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ശക്തമായിട്ട് ആലോചിച്ച് വലിയ പ്രതിഷേധത്തിലേക്ക് വരേണ്ടതാണ്. അതിനോട് ഞാൻ യോജിക്കുന്നു. ശരി. വസന്ത് സിറിയൊക്കെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത്, ഇതിനു മുമ്പ് UDF ഭരിച്ചപ്പോൾ ഇതുപോലെ വിലവർധന ഉണ്ടായപ്പോൾ സ്റ്റേറ്റ് നികുതി കുറച്ച് ജനങ്ങളുടെ ഭാരം കുറച്ചിരുന്നു ആ സർക്കാർ. അന്ന് ഇത്രയും വിലയൊന്നും ഉണ്ടായിരുന്നില്ല പെട്രോളിനും ഡീസലിനൊന്നും. അതുപോലെ എന്തെങ്കിലും നടത്തുമോ സതീശൻ? അദ്ദേഹം തന്നെയാണ് ധനകാര്യവും ഭരിക്കുന്നത്. അല്ല, ഇന്ന് അദ്ദേഹം പറഞ്ഞല്ലോ അത്തരം കാര്യങ്ങൾ പരിഗണനയിലുണ്ട്. ഗവൺമെന്റിനെ സംബന്ധിച്ച് അനിതരസാധാരണമായ ഒരു അവസ്ഥയാണ്
വന്നുപെട്ടിരിക്കുന്നതിൽ സംശയമില്ല. ഡോക്ടർ ഗോവിന്ദ് പറഞ്ഞതെല്ലാം യാഥാർത്ഥ്യമാകെ തന്നെ വളരെ എന്താ പറയുന്നത് അൺബിക്കമിങ് ആയ ഒരു അവസ്ഥയിലാണ് നമ്മൾ ഉള്ളത്. പക്ഷെ അത് ഒഴിവാക്കാൻ ഇന്ത്യക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമായിരുന്നു. കാരണം എന്റെ ഫ്രണ്ടാണ്, ഫാദർലാൻഡ് എന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞ ഇസ്രയേലാണ് ഒരു പക്ഷത്ത് ഈ യുദ്ധത്തിന്റെ കാരണക്കാർ, ഒരു പക്ഷത്ത്. അപ്പോ ആ കാര്യങ്ങളിൽ ഇടപെടാൻ എന്തുകൊണ്ടാണ് ഇന്ത്യൻ ഗവൺമെന്റിന് സാധിക്കാത്തത് ഡിപ്ലോമാറ്റിക്കലി എന്നത് ചോദ്യമാണ്. എവിടെയാണ് നമ്മുടെ സ്റ്റാൻഡ്, എവിടെയാണ് ഇന്ത്യ നിൽക്കുന്നത് എന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇത്രമാത്രം ശക്തിയില്ലാത്തൊരു കാലത്ത്, ഇത്രമാത്രം വലിയ സംവിധാനം അല്ലാതിരുന്നൊരു കാലത്ത് നമ്മൾ ഇന്ത്യ എടുത്ത സ്റ്റാൻഡുകൾ നമുക്ക് വ്യക്തമാണ്. ചേരിചേരാ നയം തൊട്ട് ഇങ്ങോട്ട്, എന്തിനാണ് വാജ്പേയിയുടെ കാലത്ത് പോലും ഈ ലോക യുദ്ധങ്ങൾ ഉണ്ടാകുമ്പോൾ, ലോകത്ത് ഒരു ഡിസ്ട്രസ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എടുത്തു വന്ന നയങ്ങൾ വ്യക്തമാണ്. നോക്ക്, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നടുപൊടിഞ്ഞ് താളവും ലയവും എല്ലാം നഷ്ടപ്പെട്ട് കിടക്കുമ്പോൾ വിദേശത്ത് പോയി പ്രധാനമന്ത്രി മെലഡി കഴിച്ച് കളിക്കുകയാണ്. ഏത് ഇന്ത്യൻ ജനതയോടാകെ നിങ്ങൾ വിദേശയാത്രകൾ ഒഴിവാക്കണമെന്ന് പറഞ്ഞ അതേ പ്രധാനമന്ത്രി വിദേശ രാജ്യത്ത് പോയി മെലഡി കഴിച്ച് ആനന്ദിക്കുകയാണ്. ഇന്ത്യൻ ജനതയോട് വർക്ക് ഫ്രം ഹോം ചെയ്യൂ, നിങ്ങൾ ഓഫീസിലേക്ക് പോകണ്ട എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി എവിടെയാണുള്ളത് എന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ്. പേരിന് മാത്രം എന്ത് വെട്ടിക്കുറയ്ക്കുന്നു? അദ്ദേഹത്തിന്റെ സുരക്ഷാ സംഘത്തെ വെട്ടിക്കുറയ്ക്കാണ് പേരിന് മാത്രം. രണ്ട്, എല്ലാ രാജ്യങ്ങളും നേരിട്ടും അല്ലാതെയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വാദിക്കുന്ന ലോകരാജ്യങ്ങളാകെ വലിയ രീതിയിൽ ഒരു അടിയന്തര മീറ്റിങ്ങുകൾ വിളിച്ച് അവരുടെ നയതന്ത്രങ്ങളുമായി മുമ്പോട്ട് പോവുകയാണ്. പക്ഷെ ഇന്ത്യയിൽ എന്താണ് ഉണ്ടാകുന്നത്? ഇന്ത്യയിൽ ഈ മാസം ഏതാണ്ട് 16-ാം തീയതി മാത്രമാണ് കേന്ദ്ര മന്ത്രിസഭാ യോഗം ചേർന്നത്. 3 മാസമായി നമ്മൾ നേരിടുന്ന ഒരു പ്രതിസന്ധിയെ ചർച്ച ചെയ്യാൻ 3 മാസങ്ങൾ കഴിഞ്ഞാണ് കേന്ദ്ര മന്ത്രിസഭാ യോഗം ചേരുന്നത്. അതുമായി ബന്ധപ്പെട്ട് എന്ത് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയാൻ പ്രധാനമന്ത്രിക്കോ കൂട്ടർക്കോ സാധിക്കുന്നില്ല എന്നത് പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പോൾ ഇന്ത്യൻ ജനത അവരനുഭവിച്ചോട്ടെ എന്നുള്ള തീരുമാനമാണ്. ഇപ്പോ ഈ ഗ്യാസിന്റെ അല്ലെങ്കിൽ പെട്രോളിന്റെ ലഭ്യത കുറവില്ലല്ലോ എന്ന് പറഞ്ഞാൽ എന്താണത്? കാരണം നമുക്കൊരു റിസർവ് ഉണ്ട്. 71 ദിവസം 72 ദിവസത്തേക്കാണ് ഈ സ്ട്രാറ്റജിക് ഓയിൽ റിസർവ് നമുക്കുള്ളത്. അതും 2004-ലും 2014 വരെയുള്ള കാലഘട്ടങ്ങൾക്കിടയിൽ പ്രിയപ്പെട്ട മൻമോഹൻ സിംഗ് സർക്കാർ മുമ്പോട്ട് വെച്ച ഐഡിയയും അങ്ങനെ രൂപപ്പെട്ടതുമാണ്. വിശാഖപട്ടണത്തുണ്ട്, കർണാടകയിലുണ്ട്, മറ്റ് സംസ്ഥാനങ്ങളിൽ, അങ്ങനെ 4 സംസ്ഥാനങ്ങളിലുണ്ട്. അതും 71 ദിവസത്തേക്കാണ് നമുക്ക് ആ റിസർവ് ഉള്ളത്. എന്താണ് നമ്മുടെ അവസ്ഥ? ഇന്ത്യയിലെ ആകെ ജനതയോട് ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രധാനമന്ത്രി അതിന്റെ ഉത്തരം പറയേണ്ടതിന് പകരം എവിടെ പോയി ഒളിച്ചിരിക്കുകയാണ്? വിദേശ രാജ്യത്ത് സന്ദർശനം നടത്തുന്നതിന് നമുക്ക് പ്രശ്നമില്ല. ഇപ്പൊ ഇറ്റലി അദ്ദേഹം പോവോ, ഇറ്റലിയിലെ പ്രധാനമന്ത്രിയുമായി അദ്ദേഹത്തിന് സൗഹൃദമുള്ളതിലൊന്നും നമുക്ക് പ്രശ്നമില്ലതേ. പക്ഷെ അവിടെ പോയി മെലഡി ഒഴിട്ട് ഈ സോഷ്യൽ മീഡിയ PR കുട്ടികൾക്ക് വേണ്ടി ആനന്ദം കണ്ടെത്തുന്ന പ്രധാനമന്ത്രി, അദ്ദേഹത്തിന്റെ സംസ്ഥാനം ഗുജറാത്തിൽ വലിയ രീതിയിൽ ക്യൂകൾ ഈ ഗ്യാസ് സ്റ്റേഷനുകളുടെ മുമ്പിൽ, പെട്രോൾ ബങ്ക്സിന്റെ മുമ്പിൽ നീണ്ടു നിൽക്കുന്നത് മോദി മീഡിയ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് കാണുന്നില്ലേ? എന്താ അതിന് ഉത്തരം പറയാത്തത്? അപ്പൊ BJP അതിന് ഉത്തരം പറയണം. കാളവണ്ടി ഉന്തിക്കൊണ്ട് നടന്നവർ 2014 മുമ്പ് UP ഭരിക്കുമ്പോ, കോൺഗ്രസ് ഭരിക്കുമ്പോ ഞങ്ങൾ കാളവണ്ടി ഉന്തുകയാണ്, എന്തിനാ 50 രൂപയാക്കണം പെട്രോളിന് എന്ന് പറഞ്ഞുകൊണ്ട് നടന്നവർ ഇന്ന് 110. വസന്ത്, ഇതൊക്കെ ശരിയാണ്. എന്റെ ചോദ്യം അതല്ല. ഇപ്പോ കർണാടകയിൽ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. കർണാടക കോൺഗ്രസ് പാർട്ടി നീണ്ടു നിൽക്കുന്ന പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ ഭരണത്തിലേറിയാൽ സമരമൊക്കെ നിർത്തുവോ എന്ന് പറഞ്ഞില്ലല്ലോ. ഞാനത് വളരെ കൃത്യമായി അതിന്റെ തുടക്കം പറഞ്ഞിട്ടാണ് അജിംസ് മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോയത്. ഇത് നമ്മളെ സംബന്ധിച്ച്, കേരളത്തെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി രൂപപ്പെടുത്തിയിട്ടുണ്ട് എന്നതിൽ സംശയമില്ല. ആ പ്രതിസന്ധി ഏതെങ്കിലും പെട്രോൾ ബങ്കിൽ പെട്രോൾ അടിക്കാൻ പോകുന്ന ഒരാളെ മാത്രം ബാധിക്കുന്നതല്ല. അതിന്റെ ഭാഗമായി വിലക്കയറ്റം ഉണ്ടാവുന്നു. അതിന്റെ ഭാഗമായി പലപ്പോഴും ഹോട്ടലുകൾ അടച്ചിടേണ്ടതായി വരുന്നു. ഈ നിത്യോപകരണ സാധനങ്ങൾക്ക് വില വർധന ഉണ്ടാവുന്നുണ്ട്. അതിൽ മാർക്കറ്റ് ഇന്റർവെൻഷൻ ആവശ്യമാണെന്നേ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അത് ഉണ്ടാവും. അത് കൂടി മനസ്സിലാക്കുന്ന സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായും ആ പ്രൈസ് ഹൈക്കിനെ പിടിച്ചു നിർത്താൻ ആദ്യഘട്ടത്തിൽ എന്താണോ സ്വീകരിക്കാൻ പറ്റുന്നത് അത് വരും ദിവസങ്ങളിലെ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ഉണ്ടാകും. അതിനുശേഷം മാർക്കറ്റ് ഇന്റർവെൻഷൻ വളരെ കൃത്യമായി സർക്കാർ നടപ്പിലാക്കേണ്ടതുണ്ട്. അതുമൊക്കെയായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് കൃത്യമായ പദ്ധതികളുണ്ട്. അതിലൊന്നും എനിക്ക് സംശയമില്ല. സർക്കാർ അത് ചെയ്യേണ്ടതാണ്, അത് ചെയ്യുക തന്നെ വേണം. എൻ്റെ ചോദ്യം, ഇതൊരു നയപരമായ പ്രശ്നമായി കോൺഗ്രസ് കാണുന്നുണ്ടെങ്കിൽ അതിനെതിരെ പ്രതിഷേധിക്കേണ്ട എന്നാണ്. നിങ്ങൾ ഭരണത്തിലേറിയാൽ, നിങ്ങൾ LDFനെതിരെ ഉയർത്തിയ ഒരു ആക്ഷേപം അതായിരുന്നു. DYFയും SFIയും ഒക്കെ സമരം നിർത്തി, അവർ സമരം മറന്നു എന്നാണ്. നിങ്ങളും സമരം മറക്കുമോ അധികാരത്തിലിരിക്കുമ്പോൾ? ഒരിക്കലും ഇല്ലല്ലോ. അങ്ങ് ഡൽഹി റിപ്പോർട്ടർ, എനിക്കൊന്നും മീഡിയ വണ്ട ശ്രീ ധനുഷ്മോദാണ്, അദ്ദേഹത്തോട് ചോദിച്ചു നോക്കൂ. ഡൽഹിയിൽ
തലസ്ഥാനത്ത് ആകെ യൂത്ത് കോൺഗ്രസ് NSU ആണ് സമരരംഗത്തുള്ളത്. യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷൻ കഴിഞ്ഞ മാസം അറസ്റ്റ് ഞാൻ ചോദിക്കുന്നത് കേരളത്തിലാണ്. കേരളത്തിൽ പ്രതിഷേധം വേണ്ടേ? കേരളത്തിലെ ജനങ്ങളുടെ രോഷം ആരെങ്കിലും റെപ്രസെന്റ് ചെയ്യണ്ടേ? കേരളത്തിൽ ഉറപ്പായും വരും ദിവസങ്ങളിൽ പ്രതിഷേധവുമായി ഞങ്ങൾ തെരുവിലുണ്ടായിരിക്കുമെന്നേ, ഒരു സംശയം വേണ്ട. അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസ് കമ്മിറ്റി തീരുമാനമെടുത്ത് പ്രതിഷേധങ്ങളുമായി എല്ലാ സംസ്ഥാനങ്ങളിലും പോവുകയാണ്. കേരളത്തിന് അതിന് ഒരു ഒഴിവുകഴിവുകളൊന്നുമില്ല. കേരളത്തിൽ യൂത്ത് കോൺഗ്രസും KSU അടക്കമുള്ള യുവജന പ്രസ്ഥാനങ്ങളും കോൺഗ്രസും ആ സമരം ഏറ്റെടുക്കും. വരും ദിവസങ്ങളിൽ ഞങ്ങൾ അത് വളരെ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയമായി കണ്ടുപിടിക്കുന്നതിന് മുമ്പോട്ട്. ശരി, ശ്രീ വിഷ്ണു, നമ്മൾ ഈ ഓൺലൈനിൽ കോക്രോച്ചുകളുടെ പ്രതിഷേധം കാണുന്നുണ്ട്. അവരുടെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്ന് നീറ്റ് മുതൽ അങ്ങനെ പലവിധ പ്രശ്നങ്ങളുണ്ട്. ഈ പെട്രോൾ വിലയൊക്കെ കോക്രോച്ചുകളുടെ ഒരു വിഷയമാണോ? ഞാൻ ചോദിക്കുന്നത്, ഈ ഓൺലൈനിൽ പ്രസൻസ് മാത്രം മതിയോ? ഈ കോക്രോച്ചുകൾ തെരുവിലിറങ്ങുമോ? നിലവിൽ കോക്രോച്ചുകൾ അങ്ങനെ തെരുവിലിറങ്ങുമോ എന്നുള്ള ചോദ്യത്തിന് നമുക്ക് ഇപ്പോൾ തെരുവിലിറങ്ങേണ്ട ഒരു സാഹചര്യം, അതായത് നമുക്ക് അങ്ങനെ ഒരു നിർദ്ദേശങ്ങളും കാര്യങ്ങളും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ തെരുവിലിറങ്ങേണ്ട ഒരവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നില്ല. പകരം നിലവിൽ എങ്ങനെയാണോ ഓൺലൈനിൽ നമ്മൾ പ്രതിഷേധിക്കുന്നത്, നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ സോഷ്യൽ ഹാൻഡിൽസുകളിൽ എങ്ങനെയാണ് നമ്മൾ പ്രതിഷേധിക്കുന്നത്, ആ രീതിയിൽ തന്നെയാണ് ഇപ്പം മുന്നോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ ആ രീതിയിൽ പോലും നമുക്ക് പ്രതിഷേധിക്കാനോ പ്രതികരിക്കാനോ പറ്റാത്ത രീതിയിലാണ് ഇപ്പോൾ ഭരണകൂടം നമ്മൾക്കെതിരെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അതായത് ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുടങ്ങിയാൽ പോലും അത് നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിൽ നമ്മളെ ഓരോ അക്കൗണ്ടുകളും ബാൻ ചെയ്തിട്ടാണ്. ഇത് ആര് ബാൻ ചെയ്യുന്നു, അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ബാൻ ചെയ്യുന്നതാണോ, ഇനി BJPയുടെ ആൾക്കാർ റിപ്പോർട്ട് അടിച്ച് പൂട്ടിക്കുന്നതാണോ നമുക്കറിയില്ല. പക്ഷേ നമുക്കൊരു തരത്തിലുള്ള ഒരു ഓൺലൈൻ പ്രസൻസ് പോലും പാടില്ല എന്നുള്ള രീതിയിലൊരു ഒരു ഫാസിസ്റ്റ് നയത്തിലേക്കൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ തന്നെ പ്രവർത്തകർക്കെതിരെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ, അതായത് ചില തീവ്ര വലതുപക്ഷ ചാനലുകൾ അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ ഈ CJPയുടെ ഭാഗമായിട്ട് ചാനൽ ചർച്ചയ്ക്കിരുന്ന വിദ്യാർത്ഥികളായിട്ടുള്ള പെൺകുട്ടികളെ തീവ്രവാദ ബന്ധമുണ്ടെന്ന് പറഞ്ഞ് അതിൻ്റെ പേരിൽ ചർച്ച ചെയ്ത് അവർക്ക് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും ഇനി അങ്ങോട്ടേക്ക് മുന്നോട്ട് വരാൻ ഉദ്ദേശിക്കുന്ന യുവജനങ്ങൾക്ക് പോലും ഭീഷണിയാവുന്ന രീതിയിൽ മാധ്യമങ്ങളെ ഉപയോഗിച്ചിട്ട് ഈ പറഞ്ഞ പ്രവർത്തകരെ, അതായത് മാനസികമായിട്ട് തളർത്തി ഈ പരിപാടി അല്ലെങ്കിൽ ഈ ഒരു മൂവ്മെന്റ് ഇല്ലാതാക്കുക എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ട് നിലവിൽ ഓൺലൈനിൽ നേടുന്നുണ്ട്. നിങ്ങളെ തീവ്രവാദികളെന്ന് വിളിക്കുന്നത് BJPയുടെ പ്രവർത്തകർ അല്ലെങ്കിൽ ഭരണപക്ഷത്ത് നിൽക്കുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും. ഞാൻ ചോദിക്കുന്നത്, ഈ കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞു നിങ്ങളുടെ അക്കൗണ്ടുകളൊക്കെ ഫോളോ ചെയ്യുന്നത് ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നുള്ള ആളുകളാണെന്നൊക്കെയാണ്. ശരിയാണോ? അതിന് കൃത്യമായിട്ട് ഓൾറെഡി അഭിജിത്ത് ദീപ്കെ തന്നെ അക്കൗണ്ട് ഡീറ്റെയിൽസിൻ്റെ സ്ക്രീൻഷോട്ട് ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ. അതായത് അക്കൗണ്ടിന് ഇൻസൈറ്റ്സ് എടുത്തിട്ട് കൃത്യമായിട്ട് ഏത് സിറ്റീസിൽ നിന്നാണ് ഏത് രാജ്യത്തു നിന്നാണെന്നുള്ളത് കൃത്യമായിട്ട് അതിനകത്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. 94% ആൾക്കാർ ഇന്ത്യയിൽ നിന്ന് മാത്രമാണ് ഈ അക്കൗണ്ട് ഫോളോ ചെയ്യുന്നത്. പിന്നെ അതിന് താഴെയുള്ളത് UK, US, അതുപോലെ തന്നെ കാനഡ പോലുള്ള രാജ്യങ്ങൾ. ഇതിനകത്ത് എവിടെയാണ് ബംഗ്ലാദേശും പാകിസ്ഥാനും വന്നിട്ടുള്ളത്? ഈ ഇന്ത്യൻ ഡയസ്പോറ എന്ന് പറയുന്നത് വളരെ വലിയൊരു വിഭാഗമാണ്. ഒരുപാട് യൂത്ത് അല്ലെങ്കിൽ യുവാക്കൾ ഒരുപാട് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് കാനഡ, USA, അതുപോലെ തന്നെ UK പോലുള്ള രാജ്യങ്ങളിലുണ്ട്. അപ്പോൾ 94% ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാരും ബാക്കി 2, 3, 4 സ്ഥാനത്ത് ഈ സ്ഥലത്തുള്ള ആൾക്കാരാണ് ഫോളോ ചെയ്തിട്ടുള്ളത്. അത് കൃത്യമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഡീറ്റെയിൽസ് എടുത്തിട്ട് അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത്രയും ബാലിശമായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഭരണതലത്തിലിരിക്കുന്ന ആൾക്കാർ തന്നെയാണെന്ന് പറയുമ്പോൾ നമുക്ക് മുന്നോട്ട് പ്രതീക്ഷിക്കാം. വിഷ്ണു ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ CJP മുന്നോട്ട് വയ്ക്കുന്ന അവരുടെ മാനിഫെസ്റ്റോയിൽ പറയുന്ന പല കാര്യങ്ങളും, ഓൺലൈനിൽ ഉന്നയിക്കുന്ന പല ആക്ഷേപങ്ങളും ഈ മുഖ്യധാര രാഷ്ട്രീയ കക്ഷികൾ, അത് കോൺഗ്രസ് മുതൽ ആം ആദ്മി പാർട്ടി വരെ CPM വരെയുള്ള പാർട്ടികൾ പറയുന്ന കാര്യം തന്നെയാണ്. പക്ഷെ എന്തുകൊണ്ടായിരിക്കാം ഈ ചെറുപ്പക്കാർ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമായി കോക്രോച്ചുകളായി മാറാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടാകാം? കൺവെൻഷണലായിട്ടുള്ള പാർട്ടികളിൽ പ്രവർത്തിക്കാനോ അല്ലെങ്കിൽ അതിനകത്ത് യുവാക്കളുടെ വോയിസ്, അതായത് യുവാക്കളുടെ ശബ്ദം കേൾക്കുന്ന രീതിയിലേക്ക് അത് കേട്ടിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നുന്നില്ല. അതായത് കൺവെൻഷണലായിട്ടുള്ള കോൺഗ്രസ് പാർട്ടി ആയാലും ഞാനൊക്കെ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ SFIയിലും DYFIയിലും പ്രവർത്തിച്ചും കോളേജിൽ യൂണിയൻ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടും ഒക്കെ വന്നൊരു വ്യക്തി തന്നെയാണ്. അപ്പം ഇന്ന് നിലവിൽ ഇന്ത്യയിലുള്ള പാർട്ടികൾ യുവാക്കൾക്ക് അനുസരിച്ചിട്ട് വേണ്ട രീതിയിലുള്ള ഒരു തരത്തിലുള്ള ഇടപെടലുകളും നടത്തുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു മൂവ്മെന്റ് വരുന്ന സമയത്ത് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് നിൽക്കുന്ന യുവാക്കൾ കൂട്ടത്തോടെ മുന്നിട്ടിറങ്ങും. അവരെയൊക്കെ തീവ്രവാദികൾ എന്ന് വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതാരാ വിളിക്കുന്നത്? അതായത് യുവാക്കളുടെ ആസ്പിറേഷൻസിനെ, യുവാക്കളുടെ ആശങ്കകളെ, യുവാക്കളുടെ പരാതികളെ വേണ്ട വിധത്തിൽ റെപ്രസെന്റ് ചെയ്യാൻ
ഈ പരമ്പരാഗത പാർട്ടികൾക്ക് കഴിയുന്നില്ല എന്ന ബോധ്യത്തിലാണ് ഇങ്ങനെ ഒരു ഓൺലൈൻ മൂവ്മെന്റ് എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ എന്താണ് കഴിയുന്നില്ല. അതിന്റെ ഇപ്പൊ ഏറ്റവും വലിയ നിങ്ങൾ തന്നെ നിങ്ങളുടെ ആസ്പിറേഷനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഓൺലൈൻ പ്രസൻസ് മാത്രമായി ഒതുങ്ങുകയാണ്. അങ്ങനെ ഒരു ഓൺലൈൻ മൂവ്മെന്റ് ഈ പാർട്ടികൾ നടത്തണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അല്ല, ഓൺലൈൻ മൂവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിലവിൽ അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് പക്ഷേ അതിനകത്ത് ഇപ്പം ഇൻസ്റ്റാഗ്രാമിൻ്റെ നമ്മുടെ CJPയുടെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജിൽ ഓൾറെഡി ഒരു പിന്നെ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അതായത് നമ്മൾ മുന്നോട്ടേക്കുള്ള ഇപ്പം എങ്ങനെയാണോ പോകുന്നത് ആ രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പുതിയ നിർദ്ദേശങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ടേക്ക് തന്നെയാണ് പോകാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് പാർട്ടി രൂപീകരിച്ചിട്ടാണെങ്കിൽ അങ്ങനെ അതെന്താണെന്നുള്ളത് വരുന്ന ദിവസങ്ങളിൽ പറയാമെന്നുള്ളത് ഒഫീഷ്യലായിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ അക്കൗണ്ടിനകത്ത് കൃത്യമായിട്ട് പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. വിഷ്ണു, ഇതൊക്കെ ഡെമോക്രാറ്റിക്കലി നിങ്ങളുടെ അകത്തുള്ള ഉൾപാർട്ടി ചർച്ചയിൽ എടുക്കുന്ന തീരുമാനമാണോ, അതല്ല ഇതിന്റെ ഫൗണ്ടർ തീരുമാനിച്ച് നിങ്ങൾ അറിയിക്കുന്നതാണോ? അവർ ഫൗണ്ടേഴ്സ് തന്നെയാണ് ഇതിൻ്റെ, അതായത് ഈ മൂവ്മെൻറ്റ് തുടങ്ങിയ ആൾക്കാർ തന്നെയാണ് പിന്നെ പ്രസ്താവനയും കാര്യങ്ങളും ഇറക്കിയിട്ടുള്ളത്. നമ്മളിപ്പോൾ അവരെയാണ് ഫോളോ ചെയ്യുന്നത്. ശരി. ശ്രീ ഷാബു പ്രസാദ്, ഇത് റിയലാണ്. ഓൺലൈനിലാണ് ഈ കോക്രോച്ചുകളുടെ സാന്നിധ്യമെങ്കിലും അത് റിയലാണ്. അതിനെ പല രീതിയിൽ കരിവാരി തേക്കാനും പല രീതിയിലും ഭരണകൂടം ശ്രമിക്കുന്നുണ്ട്, BJP ശ്രമിക്കുന്നുണ്ട്, വലതുപക്ഷ മാധ്യമങ്ങളും ശ്രമിക്കുന്നുണ്ട്. അവർ പാകിസ്ഥാനികളാണ്, ബംഗ്ലാദേശികളാണെന്ന് പറയുന്നു. പക്ഷേ ഇത് നമ്മുടെ രാജ്യത്തെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അർബൻ യൂത്തിൻ്റെ ഒരു കൺസേൺ ആണ്. അതാണ് ഓൺലൈനിൽ പ്രതിഫലിക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് അത്ര ട്രാക്ഷൻ വരുന്നത്. ഇത് ഒരു ഭീഷണിയായി മനസ്സിലാക്കുന്നതുകൊണ്ടാണ് അവരെ നിരോധിച്ച് കടന്നുകളയാം എന്ന് കേന്ദ്രം തീരുമാനിച്ചത്. ആരാരും നിരോധിക്കേണ്ട സംഘടന ഉണ്ടെങ്കിലല്ലേ നിരോധിക്കാൻ പറ്റുള്ളൂ. പ്രത്യക്ഷത്തിലൊരു സംഘടന അല്ലെങ്കിൽ ആ രീതിയിലുള്ള അങ്ങനെ ഒരു സംഭവം അക്കൗണ്ട് പൂട്ടിക്കുന്നത് ഇതിപ്പോൾ ഒരു വെർച്വൽ വേൾഡിലാണ് നിൽക്കുന്നത്. ഒരു വെർച്വൽ ആയിട്ടുള്ളൊരു സാധനത്തിന് എന്ത് ചെയ്യാൻ പറ്റും? എന്ത് ചെയ്യാനാണ് അജിംസെ? അക്കൗണ്ട് പൂട്ടിക്കാൻ നോക്കുകയാണ്. അക്കൗണ്ട് പൂട്ടിക്കാൻ നോക്കുന്നത് ആരക്കൗണ്ട് പൂട്ടിക്കും? ഇവിടെ ഇപ്പോൾ ആരുടെ ഇപ്പം മീഡിയ വണ്ണിൻ്റെ അക്കൗണ്ട്, ഫേസ്ബുക്ക് അക്കൗണ്ട് ഇപ്പം എന്തോ പ്രശ്നം ഉണ്ടായില്ലേ? കോടതി പോയി തിരികെ മേടിച്ചു. അതെ, അതാ പറഞ്ഞു, ഇതൊക്കെ ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ, ഒരു പൊതുപ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് ഈ ഓൺലൈനിലെ കളിയല്ല. അതിൻ്റെ അകത്തേക്ക് ഇറങ്ങുമ്പോൾ ഇത് വളരെ ചൂടും പുകയുമുള്ള അടുക്കളയാണ്. ഇവിടെ ഇതെല്ലാം ഉണ്ടാകും. അതിനെയൊക്കെ അല്ല ഷാബു, ആ വിശദീകരണത്തിൽ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ നോർവേയിൽ പോയപ്പോൾ നോർവേയിൽ എന്തുകൊണ്ട് പ്രധാനമന്ത്രി ചോദ്യങ്ങൾ സ്വീകരിക്കുന്നില്ല എന്നൊരു മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയ പ്രധാനമന്ത്രി ന്യായീകരിച്ചുകൊണ്ട് MEA വിദേശകാര്യ മന്ത്രാലയം ഒരു വാർത്താസമ്മേളനം നടത്തി. അതിൽ പറയുന്ന കാര്യം, ഞങ്ങളുടെ നാട്ടിൽ എല്ലാ മനുഷ്യാവകാശങ്ങളും ഉണ്ട്, അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, ഇനി അത് നിഷേധിച്ചാൽ കോടതിയിൽ പോകാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ അതിനോട് അവിടെ ഇരുന്നൊരു മാധ്യമപ്രവർത്തക ചോദ്യം, എന്തുകൊണ്ടാണ് ആളുകൾ മനുഷ്യാവകാശത്തിന് വേണ്ടി നിങ്ങളുടെ രാജ്യത്ത് കോടതിയിൽ പോകേണ്ടി വരുന്നതെന്നാണ്. നിങ്ങൾ പറയുന്ന ന്യായീകരണം അത് തന്നെയാണ്. അല്ല, ഒരു കാര്യമുണ്ട്, ഇവിടെ നമ്മളൊക്കെ അഭിമാനിക്കല്ലേ വേണ്ട. ഇപ്പൊ ഇവിടെ ഒരു മനുഷ്യാവകാശം മീഡിയ വണ്ണിന്റെ ഫേസ്ബുക്ക് പൂട്ടിച്ചു ഒരാഴ്ചയോളം. അത് എന്തിനാണെന്ന് പോലും നമുക്കറിയില്ല. നമ്മൾ കോടതി പോവാണ്, കോടതി പോകുമ്പോൾ ഇതാണോ നമ്മുടെ രാജ്യത്ത് ഒരു ജനാധിപത്യ രാജ്യത്ത് സൂക്ഷിക്കുന്ന മനുഷ്യാവകാശം? അജിംസെ, മനുഷ്യാവകാശ ലംഘനമുണ്ടായാൽ അവിടെ അത് ചോദ്യം ചെയ്യാനും അതിനെ വേണ്ട രീതി കൈകാര്യം ചെയ്യാനും ഇവിടെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് സിസ്റ്റം ഉണ്ട് എന്നുള്ളത് നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ അഭിമാനമല്ലേ അത്? അങ്ങനെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് സിസ്റ്റം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് തോന്നിയ പോലെ മനുഷ്യാവകാശ ലംഘനം നടത്താനുള്ള ലൈസൻസ് അല്ല ഷാബു പ്രസാദ്. അങ്ങനൊന്നും ആർക്കും കഴിയുമൊന്നുമില്ല. ഇവിടെ ഇപ്പോൾ ഒരു ഇവിടെ ഇനിയിപ്പോൾ നോക്കാതെ ഇവിടെ പത്രസ്വാതന്ത്ര്യം ഇതൊക്കെയാണല്ലോ ഇവിടുത്തെ പ്രശ്നം. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ശരിയാണ്, ഞാൻ അംഗീകരിക്കുന്നു. പത്രസ്വാതന്ത്ര്യത്തിൽ ഏതാണ്ട് 150-60 സ്ഥാനമാണ് ഇവിടെയുള്ളത്. അതിൻ്റെ കാരണം സർക്കാരാണോ? ഇപ്പോൾ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, മീഡിയ വണ്ണിന് നിങ്ങൾക്ക് സത്യസന്ധമായി എന്ന് തോന്നുന്ന സ്വയം സമ്മതിക്കുന്ന എല്ലാ വാർത്തകളും നിങ്ങൾക്ക് ഇവിടെ സംപ്രേഷണം ചെയ്യാൻ കഴിയുമോ? നിങ്ങൾക്ക് പരസ്യം തരുന്നവരെ നിങ്ങൾക്ക് അങ്ങനെ ചെയ്താൽ സർക്കാർ പൂട്ടിക്കും, പിന്നെ കോടതി അല്ല, പരസ്യം തരുന്ന ഒരു ഏജൻസിക്കെതിരെ നിങ്ങൾ ഇവിടെ വാർത്ത കൊടുക്കുവോ? അല്ല, കൊടുക്കില്ല. അതുകൊണ്ടാണോ നിങ്ങൾ മാധ്യമങ്ങളെ പൂട്ടിക്കുന്നത്? അങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണോ മാധ്യമങ്ങളെ പൂട്ടിക്കുന്നത്? നിങ്ങൾ മീഡിയ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ നിരോധിച്ചതെന്തിനാണ്? പരസ്യക്കാരുടെ താല്പര്യത്തിന് വേണ്ടി വാർത്ത കൊടുക്കാത്തതുകൊണ്ടാണോ? ഇവിടെ സ്വതന്ത്രമായി സത്യസന്ധമായി ഒരു മാധ്യമ പ്രവർത്തകന് ഒരു മാധ്യമ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് കാര്യം? അവർക്ക് അവരുടെ മാനേജ്മെന്റിന്റെ താല്പര്യങ്ങൾക്കും നയങ്ങൾക്കും മാധ്യമങ്ങൾക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത് പറയാണ്, ഇന്ത്യയിൽ ഒരു മാധ്യമ പ്രവർത്തകന് സത്യസന്ധമായി നിർഭയമായി ജോലി ചെയ്യാതിരിക്കാൻ ഒരേ ഒരു കാരണമേ ഉള്ളൂ, അത് മോദി ഭരിക്കുന്നതുകൊണ്ട് മാത്രമാണ്. അല്ല,
നോക്കൂ, ഇവിടെ 2-3 വർഷം മുമ്പ് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? രാഷ്ട്രീയം വിടും. ഈ കോഴിക്കോട്ടാണെന്ന് പറഞ്ഞാൽ കല്യാൺ ഒരു വലിയ ടെക്സ്റ്റൈൽസിൽ സ്ത്രീകൾ സമരം ചെയ്തു. അവർക്ക് ഇരിക്കണം, അവർക്കൊന്ന് മൂത്രം ഒഴിക്കാൻ പോലുള്ള സൗകര്യം വേണം എന്ന് പറഞ്ഞ് മാസങ്ങളോളം സമരം ചെയ്തു. ഏതെങ്കിലും മാധ്യമം റിപ്പോർട്ട് ചെയ്തോ? നിങ്ങൾ റിപ്പോർട്ട് ചെയ്തോ? ചെയ്തു. എന്തുകൊണ്ട്? എന്തുകൊണ്ട് ഷാഹു പ്രസാദ് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കോക്രോച്ചുകളുടെ ഓൺലൈൻ പേജ് പൂട്ടിക്കുന്നു. മറുപടി പറയാം ഷാഹു പ്രസാദ്. പത്ര ഏജന്റുമാർ ഇവിടെ സമരം ചെയ്തു. ഞങ്ങൾ വാർത്തകളാണ്. പത്ര ഏജന്റുമാർ സമരം ചെയ്തു. ഞങ്ങൾ വാർത്തകളാണ്. ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തു. അതായത് നിങ്ങൾ പറയാം എന്തിനു പൂട്ടിക്കുന്നു, എന്തിനു മാധ്യമങ്ങളുടെ വായടപ്പിക്കുന്നു, എന്തിനു കോക്രോച്ചുകളുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ പൂട്ടിക്കുന്നു? മറുപടി പറ. പത്രക്കാർ തന്നെയാണ്, പത്രങ്ങളുടെ മാനേജ്മെന്റുകൾ തന്നെയാണ്, അല്ലാതെ സർക്കാരല്ല. ഇവിടെ ഒരിക്കൽ മാത്രമേ മാധ്യമങ്ങളുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഒരിക്കൽ മാത്രമേ ഇവിടെ മാധ്യമങ്ങൾക്ക് വിലങ്ങ് വീണിട്ടുള്ളൂ. അത് ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ്, അടിയന്തരാവസ്ഥ കാലത്താണ്. നിങ്ങളുടെ നയത്തിനെതിരെ ഒരാൾ റിപ്പോർട്ട്, നിങ്ങളുടെ ഒരു സ്ഥാപനത്തിലെ ഒരു പത്രപ്രവർത്തകൻ, ഒരു മാധ്യമപ്രവർത്തകൻ നിങ്ങളുടെ നയങ്ങൾക്കനുസരിച്ചല്ലാതെ റിപ്പോർട്ട് ചെയ്താൽ നിങ്ങൾ പിരിച്ചുവിടും. ഓരോ മാധ്യമങ്ങൾക്കും അവരുടെ നയങ്ങളുണ്ട്, രാഷ്ട്രീയമുണ്ട്. അതിനോട് യോജിക്കാത്ത രീതിയിൽ പ്രവർത്തിച്ചാൽ ആ മാധ്യമ പ്രവർത്തകന് അവിടെ ജോലി ഉണ്ടാവില്ല. അതാണ് ഇവിടെ പത്രപ്രവർത്തന സ്വാതന്ത്ര്യമില്ലാത്തത്, അല്ലാതെ സർക്കാരിന്റെ കുഴപ്പം കൊണ്ടല്ല. ഈ പാറ്റകളെ എന്തിനു നിങ്ങൾ നിരോധിക്കുന്നു? അങ്ങനൊരു സാധനം ഇല്ലല്ലോ. ഇല്ലാത്ത സാധനമാണോ ഓൺലൈൻ? വെർച്വൽ വേൾഡിൽ നിൽക്കുന്ന ഒരു സാധനം, അത് അവരെ അതിനെന്തിനാ ഭയക്കുന്നേ? ആര് ഭയക്കുന്നു? പാറ്റകളോട് തോന്നുന്നത് ഭയമല്ല, അറപ്പാണ്. നിങ്ങൾക്ക് മാധ്യമങ്ങളെ മാത്രമല്ല, പാറ്റകളെ ഈയാമ്പാറ്റകളെ ഒക്കെ പേടിയാണ്. ഈയാമ്പാറ്റ ഇതിനോടൊക്കെ ഉള്ളത് ഭയമല്ല, അറപ്പാണ്. നിങ്ങൾക്ക് അറപ്പാണ്, നിങ്ങൾക്ക് രാജ്യത്തെ അറപ്പാണ്. അത് തുറന്നു പറഞ്ഞു ഷാഹു പ്രസാദ്. ശ്രീ പി കെ ഗോപൻ, ഇവിടെ ഷാഹു പ്രസാദ് ഉന്നയിക്കുന്ന ഒരു വാദം, അതായത് ജനങ്ങളിൽ നിന്ന് നികുതി പിരിച്ചാലും അതൊക്കെ ജനങ്ങളിലേക്ക് തന്നെ തിരികെ വരുന്നുണ്ടല്ലോ എന്നാണ്. ശരിക്കും വരുന്നുണ്ടോ? അല്ല, അതിന് ഞാൻ എൻ്റെ ആദ്യത്തെ വിശദീകരണത്തിൽ തന്നെ മറുപടി പറഞ്ഞു. അവരുടെ 2.5 ലക്ഷം കോടി ജനങ്ങളിൽ ഏർപ്പെടുത്തിയിട്ട് അവരാദ്യം പറഞ്ഞ വാദം, നികുതി പെട്രോളിന്റെ ഡീസലിന്റെയും വില അല്ലെങ്കിൽ ക്രൂഡ് ഓയിലിന്റെ വില അന്താരാഷ്ട്ര കമ്പോളത്തിൽ വർദ്ധിക്കുമ്പോൾ ഞങ്ങൾ ആ നികുതി കുറച്ച് ജനങ്ങളെ സംരക്ഷിക്കുമെന്നാണ് പറഞ്ഞത്. അതാണ് കൊടുത്ത വാഗ്ദാനം. അത് 1% പോലും പാലിച്ചില്ല എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ശ്രീ കോൺഗ്രസിന്റെ പ്രതി ഇവിടെ പറഞ്ഞത്, അങ്ങും ഇടയ്ക്ക് ചോദിച്ചു, അങ്ങയുടെ ചോദ്യത്തിലെ ഒരു പ്രശ്നം ശ്രീ ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് ടാക്സ് കുറച്ചല്ലോ, ഇപ്പം നിങ്ങൾ കുറയ്ക്കുമെന്നുള്ളതാണ്. ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് കുറച്ചത് 22 പൈസയാണ്. എന്നിട്ട് കഴിഞ്ഞ 10 വർഷവും ഈ പെട്രോൾ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടതുപക്ഷ ഗവൺമെന്റിന് മുമ്പിൽ ഇവർ പറഞ്ഞൊരു വാദം, ദേശീയ തലത്തിൽ പെട്രോളിന് വില കൂട്ടിയാൽ അതിനെതിരെ വലിയ സമരമില്ലായിരുന്നു. എന്നിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റിന് കിട്ടുന്ന വിഹിതം കുറയ്ക്കാനാണ് പറഞ്ഞത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വരെ 350 കോടി രൂപയാണ് സ്റ്റേറ്റ് ഗവൺമെന്റിന് കിട്ടാൻ സാധ്യതയുള്ളത്. ഇപ്പോൾ അത് 450 കോടി രൂപയായി. അതായത് കൈ നനയാതെ 450 കോടി കിട്ടി. ഇവിടെ ഒരു ചെറിയ പ്രശ്നം കൂടി അങ്ങയുടെ ശ്രദ്ധയപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നത്, ഈ സംസ്ഥാന ഗവൺമെന്റിന് കൊടുക്കേണ്ട വിഹിതമുണ്ട്, സംസ്ഥാന ഗവൺമെന്റുകൾക്ക് കൊടുക്കണ്ടാത്ത വിഹിതമുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് ചെയ്തത് എങ്ങനെയാണെന്നറിയോ? പൊതുവെ സംസ്ഥാന ഗവൺമെന്റുകൾക്ക് കൊടുക്കണ്ടാത്ത നികുതിയാണ് വർദ്ധിപ്പിച്ചത്. പെട്രോളിന്റെയും ഡീസലിന്റെയും ഒരു വില നിലനിൽക്കുമ്പോൾ അതിലൊരു ചെറിയ പൈസ സംസ്ഥാന ഗവൺമെന്റ് കിട്ടണമെങ്കിൽ അത് എക്സൈസ് ഡ്യൂട്ടി ആയിട്ട് വർദ്ധിപ്പിക്കുമ്പോഴാണ് ഇങ്ങനെ വരുന്നത്. മറ്റ് ടാക്സുകൾ ഏർപ്പെടുത്തിയാൽ സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കണ്ട. അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് സംസ്ഥാന ഗവൺമെന്റ് 450 കോടി രൂപ കിട്ടിക്കഴിഞ്ഞു, അല്ലെങ്കിൽ കിട്ടും. അത് ഒഴിവാക്കാൻ സംസ്ഥാന ഗവൺമെന്റ് തീരുമാനിക്കുകയില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം. ഇനി കോക്രോച്ചുമായി ബന്ധപ്പെട്ട് ഷാബു പ്രസാദിന്റെ നിലപാട്, അങ്ങ് ഏതായാലും ചോദ്യം ചോദിച്ചിട്ട് അവസാനം അദ്ദേഹം പറഞ്ഞു ഈ പാറ്റകളോട് അറപ്പാണ് എന്നാണ് പറഞ്ഞത്. ഈ പാറ്റകൾ എന്ന് പറഞ്ഞാൽ അത് പ്രതീകമാണ്. കാരണം വോയിസ് ഓഫ് ദി ലേസി ആൻഡ് അൺഎംപ്ലോയിഡ് എന്നുള്ളതാണ് അവരുടെ സ്ലോഗൻ. മെയ് മാസം 15 ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്
ഇവരെ കുറിച്ച് ഷാബു പ്രസാദ് സാർ പറയുന്നത് പോലെ ഒരു അറപ്പ് കാണിച്ചു. പണിയെടുക്കാൻ തയ്യാറാകുന്ന ഒരു പാറ്റകളെ പോലെയും മടിയന്മാരോട് പരാന്നഭോജികളെ അറപ്പ് പോലെയാണ് ഇന്ത്യയിലെ. പണിയെടുക്കാൻ തയ്യാറല്ല, ഞങ്ങൾ മടിയന്മാരാണ്. ആയിക്കോട്ടെ സാർ, ഒരു ദിവസം നിങ്ങൾക്ക് 12 അറപ്പ് മണിക്കൂർ തോന്നിക്കും. ഓൺലൈനിൽ ഇരിക്കുന്നവരാണ്. എന്ത് അങ്ങനെയുള്ളവരോട് പണിയാ സാർ നിങ്ങൾ കൊടുക്കുന്നത്? അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ സാർ. ഗോവൻ ഇദ്ദേഹം പറയട്ടെ. ഇങ്ങനെ ഇടപെട്ടാൽ എങ്ങനെ അജിംസേ? ശരി, ഗോവൻ പറയും. ഇങ്ങനെ ഇടപെട്ടാൽ എങ്ങനെ? കാര്യം ഇവിടെ ഏറ്റവും കൂടുതൽ മറുപടി അതായത് പറയേണ്ട വ്യക്തി ഞാനാണ്. ഈ ഏറ്റവും കൂടുതൽ ചോദ്യം പണിയെടുക്കാത്തവരോട് അറപ്പാന്ന് പറഞ്ഞാൽ കൂടുതൽ സമയം എടുക്കും. ശരി, ഗോവൻ പണിയെടുക്കാത്ത അജിംസ് തന്നില്ലെങ്കിൽ ഞാൻ ഇടപെടും. അല്ലല്ല, അത്രേ ഉള്ളൂ. ഷാബു പ്രസാദ് അദ്ദേഹം ചോദിക്കുന്നത് സാറേ, ഈ പണിയെടുക്കാത്തവരാണോ പണി കിട്ടാത്തവരാണോ ഈ ഫാസിസം- ഗോവൻ തുടരൂ പ്ലീസ്. ഈ അല്ല, ലേസി എന്ന് പറഞ്ഞതാ ഈ ഫാസിസം ദയവായിട്ട് ഞങ്ങളുടെ മേൽ അല്ല, അത് വിശദീകരിക്കും. 12 മണിക്കൂർ അല്ല, അത് കോക്രോച്ചുകൾ വിശദീകരിക്കും. വിഷ്ണുണ്ട്, അങ്ങനെയുള്ള വിഷ്ണു അത് പറയും. സമൂഹത്തോട് വെറുപ്പ് തോന്നുന്നത് ശരി ശരി സ്വാഭാവികമാണ്. ശരി, ഗോപൻ പറയൂ. ഞങ്ങളൊക്കെ പണിയെടുക്കും. അല്ല സാർ, ഇവര് 94.7%ആണ് 2 കോടി ചെറുപ്പക്കാരുടെ ഇവരുടെ. അല്ല, ഇദ്ദേഹം സമ്മതിക്കത്തില്ലെങ്കിൽ അദ്ദേഹം നിങ്ങൾ തമ്മിലായിക്കോ സാർ. ശരി, അല്ലല്ല, ഗോവൻ പറയും. അദ്ദേഹം ചർച്ച ചെയ്യാൻ സമ്മതിക്കത്തില്ലെങ്കിൽ പിന്നെ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. എനിക്ക് അദ്ദേഹമായിട്ട് വഴക്കിടാൻ വയ്യ. അദ്ദേഹം ചർച്ച ചെയ്യുമ്പോൾ ഞാൻ ഇടപെടത്തൂല്ല. ശരി. അത് 100% ഉറപ്പാ. ഞാനൊരു ചോദ്യം ചോദിക്കാൻ പലതവണ പരിശ്രമിച്ചു. അദ്ദേഹം ചർച്ച ചെയ്തപ്പോൾ അങ്ങ് അനുവദിച്ചതുമില്ല, അദ്ദേഹം ഒട്ട് സമ്മതിച്ചതുമില്ല. എന്നിട്ട് ഞാൻ പറയാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞാൽ അത് ഫാസിസ്റ്റ് നടപടിയാ. അത് അടിയന്തരാവസ്ഥയെ മാത്രമല്ല, ഇപ്പൊ ഷാബു പ്രസാദും ചെയ്യുകയാണ്. അതുകൊണ്ട് 94.7% സമ്മതിക്കില്ല. അല്ല, അദ്ദേഹം സംസാരിക്കും. ഷാബു, അത് അലമ്പാകല്ല പ്ലീസ്. ഗോപൻ പൂർത്തിയാക്കൂ പ്ലീസ്. 94.7% യുവാക്കൾ ഇന്ത്യക്കാരാ അതിൽ അക്കൗണ്ട് എടുത്തവർ. യെസ്, ഗോപൻ പൂർത്തിയാക്കൂ പ്ലീസ്. എന്താണ് അജിംസ് തീരുമാനിക്കുക? അല്ലല്ല, ഞാൻ വേണം നിർത്താം. ഷാബു പ്ലീസ്, അത് അലമ്പാകല്ല അല്ല, പ്ലീസ്. പൂർത്തിയാക്കണമെങ്കിൽ ഇത്രയും അലമ്പുണ്ടാക്കുന്ന ഒരാളെ ഇരുത്തി എങ്ങനെ പൂർത്തിയാവുന്നത്? ശരി, ഗോപൻ ഇത്രയും അലമ്പ് അദ്ദേഹത്തിന്റെ ഒരു പ്രായവും പക്വതയൊക്കെ വെച്ച് ഇങ്ങനെ അലമ്പ് കാണിക്കേണ്ട സ്വഭാവമല്ല അദ്ദേഹത്തിന്. അതുകൊണ്ട് അങ്ങ് ചെയ്യേണ്ടത്, അങ്ങ് പറഞ്ഞത് ഈ 94.7% ഇന്ത്യക്കാരാണ് ഇതിൽ അക്കൗണ്ട് എടുത്തിട്ടുള്ളത്. നിങ്ങൾ അവരെ ആക്ഷേപിക്കാൻ ശ്രമിച്ചത് പാകിസ്ഥാനായിട്ടാണ്. ഇന്ത്യ കണ്ട ഏറ്റവും പ്രഗത്ഭനായ എഴുത്തുകാരിൽ ഒരാളാണ് ഡോക്ടർ UR അനന്തമൂർത്തി സാറ്. അദ്ദേഹത്തോട് നിങ്ങൾ പാകിസ്ഥാനിപ്പാൻ പറഞ്ഞു. കമലഹാസനോട് നിങ്ങൾ പാകിസ്ഥാനിപ്പാൻ പറഞ്ഞു. ഉലകനായകൻ എന്ന് വിശേഷിക്കപ്പെടുന്ന കമലഹാസൻ BJP വിമർശിച്ചപ്പോൾ പാകിസ്ഥാനിപ്പാൻ പറഞ്ഞു. ഇപ്പോഴത്തെ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് സാർ പ്ലീസ് ഇത് ആവർത്തിക്കരുത്. ഇത് ശരിയല്ല. ഇത് ശരിയല്ല. ഈ അഹങ്കാരം അനുവദിച്ചു തരാൻ പറ്റത്തില്ല. ഷാബു പ്ലീസ്, ഇത് അഹങ്കാരമല്ല, ഇത് മര്യാദകളായത്. ഇത് ശരിയല്ല കേട്ടോ. ശരി, ഗോപൻ ഇത് ശരിയല്ല. ഈ ചർച്ചയിൽ ഇത്ര ആക്ഷേപിക്കുന്നത് അല്ലെ, ശരിയല്ല. ഇനി അദ്ദേഹം സംസാരിക്കില്ല. അപ്പോ ഗോപൻ തുടരും ഇപ്പോഴത്തെ പ്ലീസ്. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് അദ്ദേഹം ഒരു സിനിമയിൽ മോഡിക്കെതിരായിട്ട് ഒരു പരാമർശം നടത്തി. അദ്ദേഹത്തിന്റെ പൊളിറ്റിക്സ് അദ്ദേഹം പറഞ്ഞു, അല്ലെങ്കിൽ അദ്ദേഹം ഇന്ത്യയിലെ പ്രശ്നങ്ങളോട് പ്രതികരിച്ചു. വിജയോട് പറയും തമിഴ്നാട്ടിൽ പാകിസ്ഥാനിൽ പറയാൻ ഇന്ത്യ രാജ്യത്ത് BJP ആര് വിമർശിക്കുന്നോ, ഹിന്ദു തീവ്രവാദത്തെ ആര് കുറ്റപ്പെടുത്തുന്നോ അവരോട് പാകിസ്ഥാൻ പറയുകയാണ്. നിങ്ങൾ ഇന്ത്യയിലെ ചെറുപ്പക്കാരോട് പറയുന്നത് പശുക്കടത്ത് നടത്തി പശുവിനെ ഉപയോഗിച്ച് ജീവിക്കുക എന്നുള്ളതാ അല്ലേ? നിങ്ങൾ എന്ത് തൊഴിലാ കൊടുത്തേ? നിങ്ങൾ പറഞ്ഞു മടിയന്മാരാണെന്ന്. എന്ത് തൊഴിലാ നിങ്ങൾ കൊടുത്തേ? നിങ്ങൾ റെയിൽവേയിൽ 10 ലക്ഷം നിയമനങ്ങൾ ബാക്കിയുണ്ട് സാർ, നിങ്ങൾ നിയമിക്കുവോ? ഇന്ത്യ രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം നിങ്ങളുടെ വലം കൈയായ അദാനിക്കും അംബാനിക്കും എഴുതി കൊടുത്തു. UPSC പോസ്റ്റിംഗ് എത്ര നടന്നു സാർ? സാറിനത് പറയാവോ? ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി എത്ര പേരെ നിയമിച്ചെന്ന് പറയാവോ? നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ തൊഴിൽ കൊടുക്കുന്ന റെയിൽവേ ഉൾപ്പെടെ നിങ്ങൾ സ്വകാര്യവൽക്കരിച്ച്, എയർപോർട്ട് സ്വകാര്യവൽക്കരിച്ച്, പൊതുമേഖലാ കമ്പനികൾ സ്വകാര്യവൽക്കരിച്ച്, കൽക്കരി മേഖല സ്വകാര്യവൽക്കരിച്ച്, LIC സ്വകാര്യവൽക്കരിച്ച് ബിസിനസ് നടത്തലല്ല ഞങ്ങളുടെ ജോലി എന്ന് പറഞ്ഞ് ഇന്ത്യയിലെ ചെറുപ്പക്കാർക്ക് വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി അവർ പരീക്ഷ എഴുതി കിട്ടേണ്ടത് UPSC നിയമനം ഇല്ലാതാക്കിയിട്ട് നിങ്ങൾ ചെറുപ്പക്കാരോട് പറയാണ് നിങ്ങൾ മടിയന്മാരാ, നിങ്ങൾ ജോലി ചെയ്യുന്നില്ല, മടിയന്മാരെ ഞങ്ങൾ പാറ്റകളെന്ന് വിളിക്കും, പന്നികളെന്ന് വിളിക്കും, ഞങ്ങൾ അധികാരമാണ്. ഇതാണോ? 2 കോടി ചെറുപ്പക്കാർ പുറത്തു വന്നിരിക്കുകയാണ്. ഞങ്ങൾ മടിയന്മാരായ പാറ്റകളാണെന്ന് അവര് ചീഫ് ജസ്റ്റിസ് ആണ് പറഞ്ഞത്. ശരി സാർ നിർത്ത് സാർ പ്ലീസ്, അങ്ങേക്ക് സമയം തരും. ശരി, ഗോപൻ തരും. അങ്ങേക്ക് അസ്വസ്ഥ ഉണ്ടാവണ്ട. ചീഫ് ജസ്റ്റിസ് അവരെ ആക്ഷേപിച്ചതാ. ശ്രീ അജിംസെ, ചീഫ് ജസ്റ്റിസ് അവരെ ആക്ഷേപിച്ചതാ. നരേന്ദ്രമോദിയുടെ താല്പര്യത്തിനനുസരിച്ച് ഇന്ത്യ രാജ്യത്ത് പലതും ചെയ്തുകൊണ്ടിരിക്കുന്നവരാണല്ലോ പല കോടതികളും. അതുകൊണ്ടാണല്ലോ ഈ പാറ്റകളുടെ സംഘടന പറഞ്ഞെന്താ, സുപ്രീം കോടതി ജസ്റ്റിസായിട്ട് വിരമിക്കുന്ന ആളുകളെ 20 വർഷത്തേക്ക് രാജ്യസഭാ പദവി കൊടുക്കില്ലെന്നാ. കാരണം ബാബറി മസ്ജിദിൽ വിധി പ്രഖ്യാപിച്ച 5 ജഡ്ജിമാരിൽ 4 പേർക്കും വലിയ പോസ്റ്റ് കൊടുത്ത്
ആ വിധി ഇന്ത്യയിലെ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും അട്ടിമറിക്കുന്ന വിധിയായതുകൊണ്ട് അവർക്ക് 5 പേരിൽ 4 പേർക്ക് നിയമനം കൊടുത്തു. അതുകൊണ്ടാ ഇവരുടെ പ്രകടന പത്രികയാണ് ഇവരെ അസ്വസ്ഥപ്പെടുത്തുന്നത്. ഇവരെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ആ പ്രകടന പത്രികയാണ്. ആ പ്രകടന പത്രികയ്ക്കകത്ത് പിന്നെ വിരമിക്കുന്ന ജഡ്ജിമാർക്ക് രാജ്യസഭ അനുമതി കൊടുക്കില്ല എന്നുള്ളത് ഇവരുടെ പ്രകടന പത്രികയാണ്. 50% സ്ത്രീകൾക്ക് വനിതാ സംവരണം ആർക്കാ? നിലവിലുള്ള 540 സീറ്റിൽ. അല്ലാതെ പുതിയ സീറ്റ് കൊണ്ടുവന്നിട്ട് വേണമെങ്കിൽ വനിതകൾക്ക് കൊടുക്കാമെന്നല്ല പറഞ്ഞത്. അതുപോലെ അംബാനിയുടെയും അദാനിയുടെയും മാധ്യമങ്ങൾക്ക് ലൈസൻസ് റദ്ദാക്കുമെന്ന ഇവരെ ചൊടിപ്പിച്ചിരിക്കുക. ആ ചൊടിക്കലിന്റെ ഭാഗമായിട്ടാണ് ഈ പാറ്റകൾക്കെതിരായിട്ട് നിരോധനം. ഇവർ പറഞ്ഞ അക്കൗണ്ട് പൂട്ടിച്ചില്ലെന്ന് 2 പ്ലാറ്റ്ഫോം പൂട്ടിച്ച്. 2 പ്ലാറ്റ്ഫോം പൂട്ടി എന്ന് മാത്രമല്ല, ശ്രീ അജിംസ് ചോദിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചേ. ഈ നോർവേയിൽ പോയപ്പോ നരേന്ദ്രമോദിയോട് ഒരു പത്രപ്രവർത്തകൻ ചോദ്യം ചോദിച്ചില്ലേ? ആ പത്രപ്രവർത്തകയുടെ അക്കൗണ്ട് അവിടെ പൂട്ടിച്ച്. അവിടെയാണെങ്കിൽ പ്രസ് ഫ്രീഡത്തിൽ, പത്രസ്വാതന്ത്ര്യത്തിൽ ലോകത്ത് 1ാമത് നിൽക്കുന്ന രാജ്യമായിട്ട് അവർ നോർവേ കാണുന്നേ. പത്രസ്വാതന്ത്ര്യത്തിൽ 157ാമത്തെ സ്ഥാനമേ ഉള്ളൂ ഇന്ത്യക്ക്. ആ ഇന്ത്യൻ പ്രധാനമന്ത്രി നോർവേ ചെന്നപ്പോ അവിടുത്തെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കി അവിടുത്തെ പത്രപ്രവർത്തകർ ചോദ്യം ചോദിച്ചതിന് അവരുടെ അക്കൗണ്ട് കൂട്ടിച്ചാളായി നരേന്ദ്രമോദി. വസന്ത് നോക്കൂ, ഇന്ത്യ മുന്നണി രൂപീകരിച്ചതിന് ശേഷം ഈ സർക്കാരിനെതിരെ തുറന്ന സമരമുഖങ്ങളിൽ അതിനേക്കാൾ എത്ര മനോഹരവും സുന്ദരവും ഷാർപ്പുമാണ് ഈ കോക്രോച്ചുകൾ എന്ന ഓൺലൈൻ പ്രൊട്ടസ്റ്റേഴ്സ് നടത്തുന്നത്. അവരുടെ മാനിഫെസ്റ്റോ വായിച്ചു നോക്കൂ, എത്ര ഷാർപ്പായിട്ടാണ് അവർ രാഷ്ട്രീയം പറയുന്നത്. അതിനർത്ഥം എന്താണ്? നിങ്ങൾക്ക് ഈ യുവാക്കളുടെ ആസ്പിരേഷനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇന്ത്യ മുന്നണിക്ക് പറ്റുന്നില്ല, കോൺഗ്രസിന് പറ്റുന്നില്ല, രാഹുൽ ഗാന്ധിക്ക് പറ്റുന്നില്ല എന്നല്ലേ? ഒരിക്കലല്ല. അതിന് ഉത്തരം പറയാൻ മുമ്പ് ഒരു കാര്യം, ഗോപൻ പറഞ്ഞത് 22 പൈസയിലെ 2 രൂപയാണ് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കുറയ്ക്കുന്നത്. അതിന്റെ റിപ്പോർട്ട് മീഡിയ വൺ ആർക്കൈവ്സിലുണ്ട്. 2 രൂപയാണ് കുറയ്ക്കുന്നത്. അത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കണ്ട. അത് ഈ തവണത്തെ ഗവൺമെന്റും അത്തരം കാര്യങ്ങളുമായി നോക്കൂ. കോക്രോച്ചുകളുമായി ബന്ധപ്പെട്ട് ആർട്ടിക്കിൾ 21 രാജ്യത്ത് ആത്മാഭിമാനത്തോടു കൂടി ജീവിക്കാനുള്ള അവകാശം, ആ അവകാശം ലംഘിക്കപ്പെട്ടാൽ നമുക്ക് സമീപിക്കാൻ സാധിക്കുക ഒന്ന് അതാത് ഹൈക്കോടതികളെയാണ്, പിന്നീട് ഇന്ത്യൻ സുപ്രീം കോടതിയാണ്. അപ്പൊ ആ കേസ് കേൾക്കേണ്ട ബെഞ്ച് അത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചാണ്. ഇപ്പോ അജിംസ് എന്നെ അപമാനിക്കുന്നു, എന്റെ ആത്മാഭിമാനത്തോടു കൂടി ജീവിക്കാനുള്ള അവകാശത്തെ ലംഘിച്ചാൽ ആസ് പെർ ആർട്ടിക്കിൾ 21 ഞാൻ കേസ് ഫയൽ ചെയ്താൽ അത് കേൾക്കേണ്ടത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആണ്, CJI ആണ്. ആ CJI തന്നെ രാജ്യത്തെ യുവാക്കളെ ആകെ അപ്പൊ ഈ ആർട്ടിക്കിൾ 21 ബ്രേക്ക് ചെയ്തുകൊണ്ട് അപമാനിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിനെതിരായി നമ്മൾ എവിടെയാണ് കേസ് പറയാൻ പറ്റുക? അങ്ങനെ വരുമ്പോഴാണ് രാജ്യത്തെ യുവത ഓക്കെ അങ്ങ് പറഞ്ഞല്ലോ ഞങ്ങൾ കോക്രോച്ചുകളാണ്, ഇനി കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറഞ്ഞൊരു മൂവ്മെന്റ് നടത്താം എന്ന് പറഞ്ഞുകൊണ്ട് മുമ്പ് ഇത്തരം മൂവ്മെന്റുകൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള ആം ആദ്മി പാർട്ടിയുടെ ഒക്കെ ബുദ്ധി കേന്ദ്രമായിരുന്ന ഒരാളുടെ നേതൃത്വത്തിൽ ഒരു മൂവ്മെന്റ് ഉണ്ടാകുന്നത്. ആ മൂവ്മെന്റിനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇത്തരം മൂവ്മെന്റുകൾ തന്നെയാണ് എല്ലാ കാലത്തും മാറ്റങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പൊ നേരത്തെ ചർച്ച ചെയ്യപ്പെട്ട അടിയന്തരാവസ്ഥയുടെ സമയത്ത് പോലും വിദ്യാർത്ഥി മൂവ്മെന്റുകളൊക്കെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതിനി മറ്റു രാജ്യങ്ങളിലേക്ക് നോക്കിയാലും വിദ്യാർത്ഥി യുവജന മൂവ്മെന്റുകൾ തന്നെയാണ് എല്ലാ കാലത്തും തിരുത്തൽ ശക്തിയായി മാറുന്നത്. പക്ഷെ നോക്കൂ, ഈ കോക്രോച്ചുകൾ മുമ്പോട്ട് വെക്കുന്ന രാഷ്ട്രീയം എത്രയോ കാലമായി കോൺഗ്രസ് പറയുന്നതാണ്. ഞങ്ങൾ ഒരു കൂൾ ഓഫ് ടൈം വേണം. ഏത് ഈ നീതിന്യായ സംവിധാനത്തിൽ ഇരുന്നവരും ഇലക്ഷൻ കമ്മീഷനിൽ ഇരുന്നവരും അങ്ങനെയുള്ളവരെ പൊളിറ്റിക്കലൈസ് ചെയ്യുമ്പോ, അതായത് രാജ്യസഭയിലേക്കോ ലോക്സഭയിലേക്കോ നിങ്ങൾ അധികാരത്തിൽ ഇരുന്നപ്പോൾ ആർക്കും കൊടുത്തിട്ടില്ല. ആ കൂൾ ഓഫ് ടൈം വേണം എന്ന നിങ്ങൾ കൊടുത്തിട്ടില്ല, അത് മറക്കരുത്. MS ഗില്ല് നേരെ മന്ത്രിയാവുകയായിരുന്നു വസന്തേ. നിക്കൂ 2000 അല്ല അതിന്റെ ദുരുപയോഗം നടന്നത് 2014 ശേഷമാണ്. അക്കമിട്ട് ഞാൻ പറയാം. അതിനുശേഷമാണ് ഇത്തരം പ്രവണത എങ്ങനെയാണ് അതിനു മുമ്പുള്ളവർക്ക് വശംവദപ്പെടാൻ ഉപകാരപ്പെടുക എന്നത് മനസ്സിലാവാൻ തോന്നിയത്. അപ്പോഴാണ് കോൺഗ്രസ് മുമ്പ് ഈ കൂൾ ഓഫ് ടൈം എന്നുള്ള ആഗ്രഹം മുമ്പോട്ട് വെക്കുന്നത്. 1 2 ഈ രണ്ടാമത് ഈ കോക്രോച്ചുകളുടെ ആവശ്യം എന്താ? NTA പിരിച്ചുവിടണം എന്നുള്ളതാണ്. NDA അല്ല, NTA നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. അത് ഈ നീറ്റ് എക്സാമുമായി ബന്ധപ്പെട്ടാണ്. അത് ആദ്യം ആവശ്യപ്പെട്ടതും കഴിഞ്ഞ തവണ ഈ പ്രശ്നം ഉണ്ടാകുമ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചതും കോൺഗ്രസ് ആണ്. അതിന്റെ ഭാഗമായിട്ടാണ് NTA ഇന്റേണൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയെ തന്നെ നിയോഗിക്കുന്നത്, ഇൻവെസ്റ്റിഗേഷൻ കമ്മിറ്റിയെ നിയോഗിക്കുന്നത്. NTA ചെയർമാൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് NSU ആണ് തെരുവിൽ സമരം ചെയ്യുന്നത്. അപ്പൊ ഇവർ മുമ്പോട്ട് വെച്ച പല ആശയങ്ങളും, ഇവർ മുമ്പോട്ട് വെച്ച ചില പൊളിറ്റിക്കൽ സ്ലോഗനുകളെല്ലാം തന്നെ കോൺഗ്രസ് തെരുവിൽ പറഞ്ഞവയാണ്.
ഞങ്ങൾ സമരം ചെയ്യുന്നവയാണ്. പക്ഷേ രാഷ്ട്രീയത്തോട് വലിയ താല്പര്യമില്ലാത്ത, നമ്മളിപ്പോ കണ്ടുവരുന്ന അങ്ങനെ ഒരു ട്രെൻഡുള്ള കക്ഷി രാഷ്ട്രീയങ്ങളോട് വലിയ താല്പര്യമില്ലാത്ത ഒരു യുവതയുണ്ടല്ലോ, അവരെ മൊബിലൈസ് ചെയ്യാൻ, അവരെ അട്രാക്ട് ചെയ്യാൻ ഈ കോക്രോച്ച് ജനതാ മൂവ്മെന്റിന് സാധിക്കുന്നുണ്ടെങ്കിൽ അത് നല്ലതാണെന്നേ. അതിലെന്തിനാ നമ്മളിപ്പോ കോൺഗ്രസിന്റെ ആൾ കുറയോ, CPM-ന്റെ ആൾ കുറയോ, ഇന്ത്യ മുന്നണിയുടെ ആൾ കുറയോ എന്നൊന്നും ഞങ്ങളൊന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം എന്താ, ഈ ആത്യന്തികമായി നേരത്തെ ഗോപൻ വിളിച്ചതുപോലെ ഒരു ഫാസിസ്റ്റിക് ഐഡിയോളജി, അതിനെതിരായ പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ മുമ്പിൽ നിൽക്കുന്നവർ ആരാണ് എന്നതിലൊന്നും വലിയ പ്രസക്തി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സ്വാതന്ത്ര്യങ്ങളെ 10 സെക്കൻഡ് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ, പത്രസ്വാതന്ത്ര്യത്തെ, പ്രതിഷേധം അറിയിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ ഒരു വലിയ ഭരണകൂടം അവരുടെ ചങ്ങല പൂട്ടാൻ ഇറങ്ങുമ്പോൾ ആ ചങ്ങല ചുറ്റിക കൊണ്ടാണോ അടിച്ച് തകർക്കുന്നത്, കത്തി കൊണ്ടാണോ മുറിച്ച് തകർക്കുന്നത്, കട്ടർ ഉപയോഗിച്ചാണോ, അതിനൊന്നും പ്രസക്തിയില്ല. ആ ചങ്ങല തകർക്കുക എന്നുള്ളതാണ് ആത്യന്തികമായ ലക്ഷ്യം. കോക്രോച്ചുകൾക്കും ഇന്ത്യ ബ്ലോക്കുമായി ചേരേണ്ടതായി വരും. ശരി, ശ്രീ വിഷ്ണു, ഈ ആം ആദ്മി പാർട്ടിയുടെ ഒരു വോളണ്ടിയർ ആയിരുന്നു ഇതിൻ്റെ സ്ഥാപകൻ എന്ന ഒരു ആക്ഷേപമുണ്ട്. ആം ആദ്മി പാർട്ടി ഇപ്പോൾ കുറച്ച് ദുർബലമാണ്. അപ്പോൾ അവർ വേറെ രീതിയിൽ അവതരിക്കുന്നതാണോ കോക്രോച്ചുകളായി, അതല്ല ഇത് വേറെ തന്നെ ഒരു മൂവ്മെൻ്റ് ആണോ? ഇത് നിലവിൽ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളോടും ആഭിമുഖ്യം കാണിക്കാത്തൊരു മൂവ്മെൻ്റാണ്. മുന്നേ അഭിജിത്ത് ദീപ്കെ പിന്നെ ആം ആദ്മി പാർട്ടിയുടെ ആളായിരുന്നു എന്ന് പ്രചരണം നടത്തുമ്പോൾ ഇന്ന് BJP-ക്കകത്തുള്ള ബഹുഭൂരിപക്ഷ ആൾക്കാർ ഒരു കാലത്ത് കോൺഗ്രസ്സിലോ അല്ലെങ്കിൽ മറ്റ് പാർട്ടി, ഇപ്പം ലാസ്റ്റ് രാഘവ് ചദ്ദ അടക്കം ഇപ്പം പിന്നെ കുതിരക്കച്ചവടം നടത്തിയിട്ട് 7 MP-മാരെ അങ്ങോട്ടേക്ക് വലിച്ചു. ഇവർക്ക് ഇപ്പം ഇവർ ബീഹാറിൻ്റെ പിന്നെ മുഖ്യമന്ത്രി, വെസ്റ്റ് ബംഗാളിൻ്റെ പിന്നെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പോൾ അന്നത്തെ കാലത്തെ ആ സമയത്ത് പിന്നെ സുവേന്ദു അധികാരി അതുപോലെ തന്നെ ഇവരൊക്കെയാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്തുള്ള ആൾക്കാർ ഇപ്പം ഇങ്ങോട്ട് വലിച്ചപ്പോൾ അവരൊക്കെ ഇപ്പം നല്ലവരായി. അപ്പോൾ ഈ പഴയ ആൾക്കാർ, അതായത് AAP പാർട്ടിയുടെ ഭാഗമായിട്ട് പിന്നെ നമ്മുടെ അഭിജിത്ത് ദീപ്കെ നിന്നു എന്നുള്ളത് അദ്ദേഹം ആ കാലഘട്ടത്തിൽ നിന്നിട്ടുണ്ടാവാം. പക്ഷെ ഇപ്പം അതുമായിട്ട് യാതൊരു ബന്ധവും അദ്ദേഹത്തിനില്ല, അല്ലെങ്കിൽ അദ്ദേഹം ആ രീതിയിലുള്ള ഒരു തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നില്ല. ഇതൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള മൂവ്മെൻ്റ് ആണ്. ഇവർ പറയുന്ന ഓരോ കാര്യങ്ങളും ഓരോ കാലഘട്ടങ്ങളിലായിട്ട് ഇവർ തന്നെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് ഇവർ നമുക്കെതിരെ ആക്ഷേപിക്കുന്നത്. ഇപ്പം ഈ വലതുപക്ഷ നിരീക്ഷകനായിട്ട് ഇവിടെ ഇരിക്കുന്ന ഷാബു സാറ് ഇപ്പം ഇത്രയും യുവാക്കളെയാണ് അറപ്പാണ് എന്നുള്ളത് പറഞ്ഞത്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ മാത്രം വരുന്ന ആൾക്കാർ ഇവർക്ക് തൊഴിലില്ല എന്നൊക്കെ പറഞ്ഞു. ഈ ഡിജിറ്റൽ യുഗത്തിൽ ചിലപ്പോൾ ഡിജിറ്റൽ മൂവ്മെൻ്റ് ആണ് നമ്മൾക്ക് ശരിയായിട്ട് തോന്നുക. നമ്മൾ 1950 കാളവണ്ടി ഓടിച്ചു വെച്ചാൽ നമ്മളിപ്പോൾ കാളവണ്ടി ഓടിക്കുമോ? ഇല്ല. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും മാറ്റങ്ങൾ വരുമ്പോൾ ആ മാറ്റങ്ങളെ അംഗീകരിക്കാൻ പഠിക്കണം. അത് അംഗീകരിക്കാൻ പഠിക്കാതെ ഉള്ള സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ മൊത്തം പൂട്ടിച്ച് നമ്മുടെ പ്രതികരണ ശേഷിയെ പോലും ഇല്ലാതാക്കി ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക എന്നുള്ള രീതിയിലാണ് ഇവിടെ ഈ ഭരണകൂടം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരാളുടെ പാസ്റ്റ് തികയുക, ഒരാൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് തികയുക, അതിനനുസരിച്ചിട്ട് പോയി ഇവർ ആശയപരമായിട്ട് ഇവർ നേരിടട്ടെ. ഇവരൊരു പത്രസമ്മേളനം വിളിക്കട്ടെ, നിങ്ങൾ ഇന്ന കാര്യങ്ങളാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്, അതിന് ഞങ്ങൾ മറുപടി തരാമെന്ന് പറഞ്ഞിട്ട് ഇവരുടെ ഒരു മന്ത്രിമാരെങ്കിലും വന്നൊരു പത്രസമ്മേളനം വിളിക്കട്ടെ. അല്ലെ ഇവിടെ കേരളത്തിലുള്ള നേതാക്കന്മാർ പറയട്ടെ, ഇവരെന്തിനാണ് കൃത്യമായിട്ട് വ്യക്തിഹത്യയും ആൾക്കാരെ കളിയാക്കിക്കൊണ്ടും ആൾക്കാരുടെ അക്കൗണ്ട് പൂട്ടിച്ചുകൊണ്ടും മുന്നോട്ട് പോകുന്നത്? അത് എത്ര നാൾ ഇവർക്ക് തുടരാൻ പറ്റും? ഇത് വളരെ മോശമായിട്ടുള്ളൊരു പരിപാടിയാണ്. ഇതൊന്നും ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. രാജ്യം ഒരു ഓട്ടോക്രാറ്റിക് റൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് നമ്മളൊക്കെ ഇപ്പം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു രാജ്യം ഭരിക്കുന്ന പാർട്ടി നമ്മൾ കുറ്റം പറഞ്ഞാൽ, അല്ലെ അതിൻ്റെ ചോദ്യം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ രാജ്യത്തെ ഞാൻ ഈ നാട്ടിൽ ശരി, ചെറിയൊരു ഓഡിയോ തകരാറ് വിഷ്ണുവിൻ്റെ സംസാരത്തിലുണ്ടായിട്ടുണ്ട്. എന്തായാലും കോക്രോച്ചുകൾ എന്ന് സ്വയം വിളിക്കുന്ന ഈ ജനത നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഗമാണ്. അവർ യുവാക്കളാണ്. പല കാരണങ്ങളാൽ തൊഴിലില്ലാത്തവരാണ്, തൊഴിൽ ചെയ്യാൻ ആഗ്രഹമില്ലാത്തവരല്ല, അലസരല്ല, തൊഴിൽ ലഭിക്കാത്തതിനാൽ അലസരാവേണ്ടി വന്നവരാണ്. അവർ അവരുടെ രോഷം സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുമ്പോഴാണ് പ്രതിപക്ഷം എവിടെ എന്ന ചോദ്യവും ഉയരുന്നത്, ഇത്രയും ജനവിരുദ്ധമായ നയങ്ങൾക്കും നടപടികൾക്കും ഇടയിൽ. നന്ദി ശ്രീ ഷാവു പ്രസാദ്, ശ്രീ വിഷ്ണു, ശ്രീ PK ഗോപൻ, വസന്ത് ശ്രീയൊക്കെ ഇത്രയും സംസാരിച്ചു.